അപ്പോ ഇന്നത്തെ പ്രമേയം എന്തുകൊണ്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ മിക്ക സ്ഥലത്തും സ്മാർട്ട് ആൾക്കാർ ഉണ്ടാവാത്തത് എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ചർച്ചയുടെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രമേയം അവതരിപ്പിക്കാം. ഈ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലിങ്ക്ഡിനിൽ ഓപ്പൺ ടു വർക്ക് ചെയ്യാൻ വെച്ചു. ഓപ്പൺ ടു വർക്ക് വെച്ചപ്പോ ഒരു ഗുമ്മിന് വേണ്ടി people who are looking for projects with compilers, interpreters and DSL എന്ന് വെച്ചപ്പോ വന്നൊരു കമന്റ് ആണ്. ഈ ആ കമന്റ് പറഞ്ഞാളും ആ പറഞ്ഞയാളുടെ ആരാധകനും കൂടി എന്നെ തോണ്ടിയ ഈ പറഞ്ഞയാള് ഞാൻ സംസാരിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം അയാളുടെ എന്താ പറയാ, അയാളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഒബ്സർവേഷനിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അപ്പൊ DSL കമ്പൈലർ എന്നൊക്കെ വെക്കാൻ ആരെങ്കിലും വെക്കോ ഈ കാലഘട്ടത്തിൽ? കാലഹരണപ്പെട്ട ടോപ്പിക് എന്നാണ് പുള്ളിയുടെ വാദം. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ പറയുന്ന ആള് പറയണെന്ന് വെച്ചാൽ നമ്മള് ലിങ്ക്ഡിൻ പ്രൊഫൈലേ പാടില്ല എന്നാ. അല്ലേ? അപ്പൊ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പാടില്ല എന്ന് പറഞ്ഞ ആള് അപ്പൊ അയാൾക്ക് സഹിക്കാൻ പറ്റുമോ? ലിങ്ക്ഡിൻ പ്രൊഫൈൽ പാടില്ല. ഇപ്പൊ നമുക്ക് തൊഴിലില്ല എന്നുള്ളത് ആൾക്കാർ അറിയണത് എന്തിനാണെന്ന്. അപ്പൊ ഞാൻ തൊഴിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ UK ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ അതിനെനിക്ക് കുറെ ഫലം കിട്ടുകയും ചെയ്തു. കാരണം 3-4 പേര് ഞാൻ UK ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ്. അതായത് ഇപ്പൊ ഞാൻ തൊഴിൽ ഓപ്പൺ ടു വർക്ക് സാധാരണ വെക്കാറില്ല, വെച്ചിട്ടില്ല അതിന് മുമ്പ്. ഓക്കെ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രസി ഉണ്ടൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ വെച്ചപ്പോ കുറച്ച് പഴയ ഫ്രണ്ട്സ് ഒക്കെ ഇത് ചെയ്യും. അവര് വഴി കുറെ ടിപ്പൊക്കെ കിട്ടുകയും ചെയ്തു. ഓക്കെ. അപ്പൊ ഇപ്പൊ കമ്പൈലർ ഒരു സയൻസ് ആയിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തില്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇന്ന് അതൊരു എഞ്ചിനീയറിംഗ് ടോപ്പിക്കാണ്. ഇന്ന് ഈവൺ ഒരു ഫ്രഷർക്ക് ഒരു 2 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ കമ്പൈലർ എഞ്ചിനീയറിംഗിൽ ഇപ്പൊ ഒരു 10 കൊല്ലം മുമ്പ് അതിലൊരു 10 കൊല്ലം ഇരുന്നതിനൊക്കെ കൂടുതൽ അപ്പുറത്തൊക്കെ പോകാൻ പറ്റും. കാരണം ഇന്ന് LLVM മാതിരിയുള്ള കമ്പൈലർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഓപ്പൺ JDK മാതിരിയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് ടു ലേൺ കമ്പൈലേഴ്സ്. മോണോന്റെ സോഴ്സ് കോഡ് ഫ്രീ ആണ്. മൈക്രോസോഫ്റ്റിന്റെ C# കമ്പൈലറിന്റെ ഇതാണ്. അപ്പൊ ഇന്ന് കുറച്ചും കൂടി ഈ C# ജാവയിലൊക്കെ കമ്പൈലേഴ്സ് എഴുതുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വായിക്കാൻ എളുപ്പമാണ് കോഡ്. അപ്പോ ഈ ഇപ്പൊ GCCയുടെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-40 കൊല്ലത്തെ എവല്യൂഷൻ ഉള്ളതുകൊണ്ട് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓപ്പൺ JDK ഒക്കെ സ്ട്രക്ചർഡ് ആയിട്ടാണ് അത് എഴുതിയേക്കണത്. ഇവൻ LLVM പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി C++ന്റെ നേച്ചർ കാരണം LLVM കോഡ് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ LLVM മോഡുലാർ കമ്പൈലർ ആയതുകൊണ്ട് നല്ല ലൈബ്രറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ദാറ്റ്സ് ആക്ച്വലി ഗുഡ് തിങ്. അപ്പൊ ഇത് കമ്പൈലറിന് മാത്രമല്ല, ഇന്ന് മിക്ക വിഷയങ്ങളും സയൻസിൽ നിന്ന് എഞ്ചിനീയറിംഗിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ എന്റെ ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും നോളജ് ഡബിൾസ് എവരി 18 months എന്നാണ് വെപ്പ്. ഓക്കെ. ഇപ്പൊ പണ്ടൊരു 18 months ഡബിൾ ചെയ്തിരുന്ന സാധനമുണ്ട്. ഈ മൈക്രോ പ്രോസസ്സറിൽ സിലിക്കൺ ബേക്ക് ചെയ്യാവുന്ന ഡെൻസിറ്റി അത് വെച്ചിട്ടാണ് മൂർസ് ലോ വെച്ചിട്ട് 2004 വരെ പെർഫോമൻസ് കൂട്ടിയിരുന്നത്. അതേമാതിരി നോളജ് എവരി 18 months ഡബിൾ ചെയ്യുമ്പോൾ ഈ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നതുകൊണ്ട് ആൾക്കാർ പകുതിയാവുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് അന്തരം 4 ഇരട്ടിയാണ്. അപ്പോ ഇപ്പൊ എന്റെ 90കളിലൊക്കെ റേ ഡങ്കനാണ് അഡ്വാൻസ് MS-DOS ബുക്ക് എഴുതിയത്. അപ്പോ ഈ അൽ വില്യംസിന്റെ ബുക്കൊക്കെ ഉണ്ട്. അതൊന്നും മുഴുവൻ മനസ്സിലാവുന്നില്ലായിരുന്നു. കുറെയൊക്കെ കോഡ് ടൈപ്പ് ചെയ്ത് കയറ്റിയൊക്കെ പഠിച്ചത്. ഇന്ന് അതേ ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 30 years down the line I can easily read it. മാത്രമല്ല ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിലായി. കാരണം എന്താണ്, അത് കഴിഞ്ഞിട്ട് കുറെ ഉണ്ട്. അപ്പോ ഞാൻ പണ്ട് മാക്സ് ഗ്ലുക്ക്മാൻ എന്ന് ഒരാളുടെ കോട്ട് കണ്ടിട്ടുണ്ട്. സയൻസ് ഈസ് എനി ഡിസിപ്ലിൻ ഇൻ വിച്ച് fool of this generation can go far beyond the point reached by the genius of earlier generation. ഞാൻ ഒന്നുകൂടി പറയാം. A science is any discipline in which fool of this generation can go far beyond the point reached by the genius of earlier generation. അതായത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് ന്യൂട്ടനേക്കാൾ കൂടുതൽ കാൽക്കുലസ് അറിയാം. കാരണം ന്യൂട്ടൺ മരിക്കുമ്പോൾ, അതായത് 1727 പുള്ളി മരിക്കുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിച്ചോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് പാർഷ്യൽ ഡിഫറൻഷ്യലും പല ഡിഫറൻഷ്യൽ ഇക്വേഷനും സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് ലൂയിസ് ബാഷ്ലർ 1900s അങ്ങനെ ഒരു ഇതായത്. അപ്പൊ ഇന്ന് ന്യൂട്ടൺ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് മീ സ്മാർട്ടർ ദാൻ ന്യൂട്ടൺ. പക്ഷേ ഈ മിക്ക ആൾക്കാരും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പഴയ കാലത്തെ മന്ദബുദ്ധികൾ, അതായത് ഇപ്പൊ എന്നെ മാതിരിയുള്ള അധികം ബുദ്ധിയില്ലാത്തവര് കാലങ്ങളോളം ഈ ഫീൽഡിൽ പെർസിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ബുദ്ധിമാന്മാരായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോ അതായിരിക്കും അവിടെ നടക്കുന്നതെന്നാണ് ഐ എം ഹാപ്പി ടു അക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ അത് മിക്കവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു വിദ്വാൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ എന്ത് പഠിച്ചാലും എനിക്ക് 10 ദിവസം മതി എന്നാണ്. അങ്ങനെയല്ല വേൾഡ് വർക്ക് ചെയ്യുന്നത്. കാരണം 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയാം, ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഡാറ്റ കംപ്രഷൻ പഠിച്ചു. He might be knowing more about data compression than me at this point in time. Perhaps എന്ന് വെച്ചാൽ ഞാൻ നോക്കാത്ത ബറോസ് വീലർ ട്രാൻസ്ഫോം അൽഗോരിതം പുള്ളി നോക്കിയിട്ടുണ്ട്. ബട്ട് 1995 ഞാൻ കമ്പൈലർ പഠിക്കുകയും ഞാൻ വർക്ക് ചെയ്ത 3-4 സ്ഥലത്ത് ഈ കംപ്രഷൻ അൽഗോരിതം സ്ക്രാച്ചിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യും. കംപ്രഷൻ എൻ്റെ സൈക്കിയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് കാണാനും പറ്റിയ അഡ്വാൻറ്റേജ് എങ്ങനെ ഞങ്ങൾക്ക് അത് ഓവർ ഇത് ചെയ്യാൻ പറ്റുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധികളെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണേ എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിൽ മന്ദബുദ്ധികളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ സാമൂഹിക സാഹചര്യവും. ഒന്ന് പ്രബുദ്ധ മലയാളിയാണെന്നുള്ള ഗർവ്, അതോടെ തന്നെ പഠിക്കാനുള്ള കഴിവ്, പിന്നെ ഒറ്റണത്തിന് ഹിന്ദി അറിഞ്ഞൂടാ. അപ്പൊ ഹിന്ദി അറിഞ്ഞൂടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റ് സ്റ്റേറ്റുകളിലായിട്ട് ഇന്നാളൊരു ട്രക്ക് ഡ്രൈവർ ഇന്നലെ എൻ്റെ വൈഫ് കാണിച്ചു തന്ന ഒരു ട്രക്ക് ഡ്രൈവർ, ഒരു പെണ്ണും അവരുടെ മകളുവാ. ഹിന്ദി അറിയണം ഇവിടെ കാണിക്കണമെങ്കിൽ. സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് അറിയാം. സൗത്ത് ഇന്ത്യയിൽ ആർക്കാ? തമിഴന്മാര് ഒരു നഗരത്തിൽ ഹിന്ദി സംസാരിക്കും. കേരളക്കാര് ഇപ്പൊ രാഷ്ട്രീയ വിരോധം മൂലം ഹിന്ദി സംസാരിക്കും. പണ്ട് എന്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എറണാകുളക്കാരും തെലുങ്കന്മാരും അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കും. അപ്പൊ ഹിന്ദി അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. മറ്റേ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയെ കുറിച്ച് അറിയാത്തവൻ ലോകത്തെ കുറിച്ച് എന്തറിയാം? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ അബദ്ധധാരണകളുണ്ട്. അപ്പൊ ഈ നോളജിന് അങ്ങനെ ഒരു എത്നിസിറ്റിയോ അതൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടെങ്കിൽ നോളജ് അക്യൂർ ചെയ്യും. അപ്പൊ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അറിഞ്ഞൂടാന്ന് പറയാനുള്ള മടി, അപ്പൊ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുക എന്നുള്ള മടിയാണ് ബിഗ്ഗസ്റ്റ് വില്ലൻ ഇൻ ലേണിംഗ്. പിന്നെ ലേണിംഗിന്റെ എക്സിറ്റ് ക്രൈറ്റീരിയ, അതായത് ലേണിംഗ് ഒരു കോമ്പറ്റീറ്റീവ് ആൻഡ് കമ്പാരിറ്റീവ് ആക്ടിവിറ്റി ആയിട്ട് നോക്കുമ്പോൾ തൊട്ടടുത്ത ആൾക്കാരെക്കാളും ബെറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫീലിംഗ് വരാം വി ആർ ഗുഡ് എന്ന്. ഇപ്പോ ഒരു അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കിൽ നമ്മുടെ ഉള്ളവരൊക്കെ അത്ര വലുതല്ലെങ്കിൽ നമ്മളും മറ്റൊരു കഴുതയാവുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു എപ്പിസ്റ്റമിക് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം. അതായത് അല്ലെങ്കിൽ ജ്ഞാന സിദ്ധാന്തപരമായിട്ടാണ് നോളജിനെ കാണുന്നത്, അല്ലാതെ ഇതല്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒരു ക്രൈറ്റീരിയ വെക്കണമെന്ന് വെച്ചാൽ, യു ഷുഡ് ബി ഏബിൾ ടു ഇഫ് യു ഹാവ് ഗോട്ട് നോളജ്, ഒരു പ്രാക്ടീഷണറെ മാതിരി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒരു പ്രൊഫസറെ മാതിരി പ്രീച്ച് ചെയ്യാനും പറ്റും. അതാണ് എക്സിറ്റ് ക്രൈറ്റീരിയ ഫോർ സെയിങ് ദറ്റ് യു ഹാവ് ഗോട്ട് നോളജ് ഇൻ സംതിങ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് അങ്ങനത്തെ ഒരു സ്ട്രിംജന്റ് ഗൈഡ് ലൈൻ ഇല്ലാത്തതുകൊണ്ടും. അപ്പൊ ഇപ്പൊ എന്റെ മെയിൻ ഹോബി തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാനൊരു കാര്യം പ്രപ്പോസ് ചെയ്യും. ഞാൻ കുറെ കാലം ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് എഞ്ചിനീയറിംഗ് പ്രപ്പോസ് ചെയ്തു. അത് കേട്ട് കേട്ട് ആവർത്തന വിരസത കൊണ്ടാണോ ഇനി മറ്റേ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് കൊണ്ടാണ് DSL മനഃപൂർവ്വം പഠിക്കാത്ത ഒരു 50 പേരെങ്കിലും എനിക്ക് അവര് പഠിക്കൂല എന്ന് പറഞ്ഞു. അതായത് അപ്പൊ ഒരു പുള്ളിയുണ്ട്, പുസ്തകം വായിച്ചിട്ടാണല്ലോ ഈ വലത്തണേന്ന് എഴുതി. പിന്നെ അവനെ കൊണ്ട് ഞാൻ ഇതുവരെയായിട്ട് പുസ്തകം വായിക്കും. ഒരു പുള്ളി പറഞ്ഞ വെച്ചാല്, നിങ്ങളുടെ നോളജിൽ അത് വെറും ഇൻഫർമേഷൻ, അത് നോളജ് ആവണമെങ്കിൽ അത് അപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു ഇൻഫർമേഷൻ നോളജ് ആവണമെങ്കിൽ അത് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ സയനൈഡിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനത്തെ, അതായത് മരമണ്ടന്മാരിൽ തിരുമണ്ടന്മാരിൽ ഞാൻ എനിക്ക് വിഷമതയോടെ ഞാൻ പറയണം. അപ്പൊ ആദ്യം തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഈ എന്താ പറയാ, ഈ ഡെവലപ്പേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഡെവലപ്മെന്റ്, ഓപ്പറേഷൻസ്, ഡെവോപ്സും ഇതൊക്കെ ഒരു തൊഴിലായിരിക്കാം, പക്ഷെ അത് നീചമായ പ്രവൃത്തിയാണ് കമ്പയർഡ് ടു പ്രോഗ്രാമിംഗ് അബ്സ്ട്രാക്ട് ലെവലിലാണ്. അപ്പൊ അബ്സ്ട്രാക്ഷനോട് ചതുർത്ഥിയുള്ള ഒരു സെക്യൂരിറ്റി പഠിക്കാൻ പോകും, ഡെവോപ്സ് പഠിക്കാൻ പോകും. ഒന്ന് ആലോചിക്കേ, മറ്റേ ഡെവോപ്സ് വെർച്വലൈസ് ചെയ്തില്ല എന്ന് വെച്ചു, ആരെങ്കിലും മറ്റേ കട്ടിലിന്റെ അടിയിൽ പോയിട്ട് മറ്റേ മാറാല മുഖത്തൊക്കെ ഇട്ട് പാമ്പിന്റെ അടുത്തൊക്കെ പോയി കൈയിടുവായിരുന്നു? ഇല്ലല്ലോ. ഇതിപ്പോ കയ്യിൽ വന്നിട്ട് കുറച്ച് യൂണിക് ഷെൽ സ്ക്രിപ്റ്റ് അടിക്കുമ്പോ പിന്നെ അവനെയൊക്കെയാണ് തൊഴിൽ. ഹെവി ലിഫ്റ്റിംഗ് ആമസോൺ ചെയ്താലും അതായത് ഇപ്പൊ ഞാൻ പറയണേ, ഐ ഹാവ് റിട്ടേൺ അഡ്വാൻസ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പ്രോക്സി. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു എങ്ങനെയാ നല്ല കാണലും റിവേഴ്സ് ഡ്രൈവറൊക്കെ നല്ല അമ്പള എഴുതി ഉണ്ടായി ഫോണിൽ വെറുതെ ഒരു കോട എഴുതിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു തുടങ്ങി അതാണ്. നിങ്ങൾ മനസ്സിലായ? അതായത് ഒരു ലേയേഴ്സ് ഓഫ് അബ്സ്ട്രാക്ഷനിൽ അപ്പൊ ഒരു സത്യസന്ധമായ തുറന്നു പറച്ചിൽ വേണം. അതായത് ഇപ്പൊ സോക്രട്ടീസ് പറഞ്ഞ മാതിരി, വൺ ഷുഡ്
understand how much they know, and at the same time they should understand the level of ignorance. നമ്മൾ ഇഗ്നോറൻസ് മാപ്പിനെ കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തറിഞ്ഞൂടാന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോ എന്റെ ടേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കേരളത്തില് ഇപ്പൊ ഞാൻ കണ്ടേക്കണ ഇതാണോ എന്നുള്ളതല്ല, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിയിൽ ഒരു ഞണ്ട് മെന്റാലിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് പ്രബുദ്ധനെ ഈ യാഥാർത്ഥ്യ പ്രബുദ്ധതയിലേക്ക് ഒരു കാൽവെപ്പ് കാണുന്നില്ല. എല്ലാവരും പിച്ചാൽ മതി, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ എങ്ങനെ ജീവിക്കണേ? അപ്പൊ ഈ ഔട്ട്സോഴ്സിങ് ഇൻഡസ്ട്രിയുടെ വിക്ടിംസ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു. അപ്പൊ ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഡീപേഴ്സണലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ, നോളജ് അക്വിസിഷൻ പ്രോസസ്സ്, നോളജ് കൺസംഷൻ പ്രോസസ്സ്, നോളജ് ഡെലിവറി പ്രോസസ്സിന് മറ്റ് മനുഷ്യരായിട്ട് അധികം ബന്ധമൊന്നുമില്ല. ഓഫ് കോഴ്സ് നമുക്ക് ചർച്ച ചെയ്യണം, നമുക്ക് മറ്റേ തർക്കത്തിൽ ഏർപ്പെടണം, വിവിധ ചേരിയിലുള്ള വീക്ഷണങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു എന്താ പറയാ, ഒരാൾക്കേ പറ്റുള്ളൂ, ഇത് അവനെ പറ്റുള്ളൂ, ഇനി എനിക്കേ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു വലിയ പ്രസക്തിയൊന്നുമില്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വിളി പറഞ്ഞു എന്റെ ജീനിലുണ്ടെന്ന്, ഐ ആം എ സ്മാർട്ട് ഗൈ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞു, ഓ he is saying that the way his father populated his mother has got a bearing on its intelligence. അപ്പൊ എത്നിസിറ്റിയിലോ ഇപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ജാവലിൻ ത്രോയിലൊന്നും നീരജ് ചോപ്രയോ അല്ലെ ആ പാകിസ്ഥാനിലെ ആളൊന്നും സ്വർണം നേടിയിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ശരിക്കും പറയുന്നത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് 2004 ഒരു ചൈനക്കാരൻ 110 മീറ്റർ ഹേർഡിൽസ് ജയിക്കണതാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുക ടിവിയുടെ മുമ്പില്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു പുള്ളി ചൈനക്കാരൻ, ഞാൻ നോക്കുമ്പോ കർമ്മന്മാരെ ജയിച്ചിട്ടുള്ളൂ. 110 ഹേർഡിൽസ് ഞാൻ എഡ്വിൻ മോസസ് അങ്ങനെ എങ്ങനെയായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഒരു ചിടുങ്ങാച്ചി ചൈനക്കാരൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 204 2004 ജയിച്ചു. അപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി, കായിക വിനോദത്തിലെ കായികമായ സ്പോർട്സിൽ പോലും അങ്ങനെ ഒരു എത്നിസിറ്റിക്ക് പങ്കില്ല എന്നുള്ളത് എനിക്ക് തെളിയിച്ചാണ്. വേണമെങ്കിൽ നോക്കിക്കോ, 2004 വേൾഡ് ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്സിൽ ഒരു ചൈനക്കാരനാണ് മറ്റേ 110 മീറ്റർ ഹേർഡിൽസ് ജയിച്ചത്. എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കറമ്പനല്ലാത്ത ഒരാൾ ജയിക്കുന്നത് കണ്ടത് അപ്പോഴാണ്. അപ്പൊ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഒരു ഉൾക്കാഴ്ചയായിരുന്നു. അപ്പൊ ഈ ഇപ്പൊ നീരജ് ചോപ്ര ജയിക്കുന്നു, അപ്പൊ അത്ലറ്റിക്സിൽ ഇനി ഇപ്പൊ ഫുട്ബോളിലും കുറെ ആൾക്കാരെ കൊണ്ടുപോയി ബ്രസീലിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ പറ്റുന്നുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയൊക്കെ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എക്സലൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ റെസൊല്യൂഷൻ, ഈ ഡെഡ് ലോക്ക്, അതായത് ലാക്ക് ഓഫ് സെൽഫ് വർത്ത്, ഒരു കാര്യം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ലൈഫിന് ഒരു പർപ്പസ് വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ്. കാരണം എല്ലാവരും അതിജീവനത്തിന്റെ മണമുണ്ട്, പക്ഷെ എങ്ങനെ അതിജീവിക്കണം? അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കോക്ഷ്യൂർ ആയിരിക്കണം. കോക്ഷ്യൂർ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കോക്ഷ്യൂർ അല്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് വേണ്ടത്. അപ്പൊ ഒരു മെഷേർഡ് രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ ചർച്ച എന്താന്ന് വെച്ചാല് ഈ ചുറ്റുപാടുള്ളവരുടെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അവരുടെ ജഡ്ജ്മെന്റ് എന്റെ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന്റെ കപ്പാസിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ ശത്രുക്കളെ എനിക്ക് സ്നേഹമാണ്, പക്ഷെ എന്റെ കൂടെ എന്നെ സംശയിക്കുന്ന മിത്രങ്ങളെ കിട്ടിയ മൂക്കിനിടിക്കാനുള്ള സന്തോഷമുണ്ട്. കിട്ടില്ല, ഇതാണ് എന്റെ സ്ഥിതി. ഓക്കെ, ഓവർ ടു യു ശരത്. എല്ലാം പറഞ്ഞോളൂ. അയ്യോ, ഇത് അല്ല, സാറ് പറഞ്ഞ പോലെ എപ്പിസ്റ്റമിക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഇപ്പൊ സാറിന് ഔട്ട്സൈഡ് ഇൻഡസ്ട്രി കണ്ടതുകൊണ്ടും സാറ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടും ലൈഫ് ഈസി ആയിരുന്നു. ലൈഫ് ഈസി എന്നല്ല, കേമക്ക് കണ്ടതുകൊണ്ടാന്ന് പറ. അതായത് കേമക ഉണ്ട്, ഓഫ് കോഴ്സ്. അല്ല, കമ്മ്യൂണിറ്റി കാണുമ്പോ എന്താ അറിയുക, രണ്ട് ഗുണങ്ങളുണ്ട് അവിടെ. ഒന്ന് ബേസ് റേറ്റ് എന്താണെന്ന് അറിയും, പിന്നെ ഓരോരുത്തരും അവർ അത്യാവശ്യം സ്മാർട്ടാണെന്ന് തിരിച്ചറിയും. അതെ അതെ, അല്ല പക്ഷെ അതില് സ്റ്റക്ക് ആവാണ്ടിരിക്കാനായിട്ട് ഗുരു ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതെ, അതുണ്ട്. അല്ല ഞാൻ പറഞ്ഞ അല്ല, രണ്ട് രീതിയുണ്ട്. എക്സലൻസിലോട്ടുള്ള ഒരു പാത ഉണ്ടായാൽ പോരാ, കോൺട്രാസ്റ്റ് എഫക്റ്റ് തോന്നണം. അത് പ്രൊപ്പൽ ചെയ്യും നമ്മള്. അല്ല, ഇതിപ്പോ എന്താ അറിയോ, ഇപ്പൊ ഞാൻ തരുന്ന ജ്ഞാനം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ കോണ്ടെക്സ്റ്റോടെയുള്ള കണ്ടല്ല, അതിനൊരു വാല്യൂ തരണം. അല്ലാണ്ട് അത് തരാതെ ഇയാള് അത് അപ്പുറത്ത് ഇയാളൊക്കെ വിവരമുള്ള ആളുണ്ടല്ലോ,
ഇത് അവന് ഇതുണ്ട്. അയാളില്ലെങ്കിൽ എന്താ, നമുക്ക് 2 വീഡിയോ ഉണ്ടാവും കമ്മ്യൂണിറ്റി പോണത്. കമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞാൽ മറ്റേ അല്ല അത് ഹൗസുള്ള ആ പറഞ്ഞോ. അല്ലല്ല അത് എന്റെ കേസിൽ ഫസ്റ്റ് സ്ലാങ് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് അല്ല അതർവൈസ് ആ ട്രാപ്പിൽ പെടാം. സ്ലാങ് വോട്ട് ചെയ്താണ് വൺ ഓഫ് ദ ടേണിംഗ് പോയിന്റ് എന്റെ കേസിൽ. ഈ അല്ല ഇതിപ്പോ ഗുരുവിനെ ഫോക്കസ് ചെയ്ത ഡിസ്കഷൻ ആയി പോയി. അല്ല അങ്ങനെ എന്നാലും പറയാം. ഇത് അതായത് സ്ലാങ് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ അതിന്റെ കൺസ്ട്രക്ട് ചെയ്ത് അതായത് ടോപ്പ് ഓഫ് ദ ഹെഡിൽ നിന്ന് വരുന്നതും. പിന്നെ മറ്റേ ഞാനൊരു പുള്ളിയുടെ അടുത്ത് അതായത് സാറിന് വെച്ച് എന്റെ അടുത്ത് പ്രോക്സി അടിക്കും ആൾക്കാര്. അപ്പൊ ഇത് അതായത് സാറിന് അടിച്ചിട്ട് ഈ മനസ്സിലായില്ലേ. അപ്പൊ അത് ഡിഫൈൻ ചെയ്തപ്പോ ഞാൻ മറ്റേ ഇൻഫൈനൈറ്റ് ഗെയിം ആണ് കളിക്കണേ എന്നുള്ളത് ആർട്ടിക്കുലേറ്റ് ചെയ്ത്. അല്ല അവിടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു അതല്ല കഴിഞ്ഞാൽ ഈ ആ അല്ല അതൊന്ന് പോസ് ചെയ്യാം. പറ അത് പറ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അല്ലേ ഒരു പുള്ളിയുണ്ട്. പുള്ളി ആള് മിടുക്കനൊക്കെയാ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിക്ക് മറ്റു പല കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് വന്ന് പിന്നെ കമ്പനിയിലെ ബേസ് റേറ്റ് ഒക്കെ ഉപയോഗിച്ച് പുള്ളി ജീവിച്ചു പോകായിരുന്നു. അപ്പൊ പുള്ളി പിന്നെയാണ് ഞാനും ചെറുതായിട്ട് പുള്ളി അടുത്ത് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത് വന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഒരു കോഴ്സ് കണ്ടുപിടിച്ചു എവിടുന്നോ. ഈ കോഴ്സ് എങ്ങനെ ഇട്ടെന്ന് ചോദിച്ചു ശരത്തിനോട്. അപ്പൊ ആ കോഴ്സ് കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു അതൊക്കെ പഠിച്ചിട്ട് വേണം എനിക്കിട്ടൊരു തട്ട് കെട്ടാൻ. എനിക്ക് അപ്പൊ ചെറുത്ത് പറഞ്ഞു അതെങ്ങനെയാ ശരിയാണ്, 10-25 കൊല്ലത്തെ സസ്റ്റൈൻഡ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നും ശരിയാവില്ല. അല്ല പിന്നെ പുള്ളി ഇൻഫൈനൈറ്റ് ഗെയിം കളിക്കണെന്ന് പറഞ്ഞു. ഫൈനൈറ്റ് ഗെയിം അല്ല, ഫൈനൈറ്റ് ഗെയിം കളിക്കുകയാണ് ഇതില്ല. അപ്പൊ അപ്പോഴും പുള്ളി അടങ്ങിയില്ല. അപ്പൊ പുള്ളി വേറെ എന്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഈ എക്സ്പോണൻഷ്യൽ ലേണിംഗ് ഉണ്ട് കൊളാബറേഷൻ വഴി. പുള്ളി അതും ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഈ മാത്സ് ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്രാജുവേറ്റ് ലെവൽ ഫോർമലിസം ഞങ്ങള് ആ ലെവലിൽ ഡിസൈൻ ചെയ്യണതാണ്. അപ്പൊ അന്ന് മുതൽ PPIoT-യുടെ ഫസ്റ്റ് എന്തായിരുന്നു, പണ്ട് കമ്പൈലർ എഴുതിയവനെ കേട്ടുള്ളൂ. അതിന്റെ കൂടെ 4 കൂടി ചേർത്ത്. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ സസ്റ്റൈൻഡ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ആണ്. അതപ്പോ രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എക്സ്പൊണൻഷ്യൽ ലേണിംഗ് ത്രൂ കൊളാബറേഷൻ ഉണ്ടാവണം. പിന്നെ ഇൻഫൈനൈറ്റ് ഗെയിം സ്ട്രാറ്റജി ആയിരിക്കണം. പിന്നെ ഗ്രാജുവേറ്റ് ലെവൽ ഫോർമലിസം. അതവിടെ ഉണ്ടായത്. ഇനി വേറൊരെണ്ണം കൂടി പറഞ്ഞുതരാം. അതും കൂടി പറഞ്ഞാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അത് ഞാൻ ശരത്തിന് വേണ്ടി പറഞ്ഞ ശരത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് തമാശയോടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല എന്നൊരു ഭയം. മറ്റൊരു ശരത്തുണ്ട്, ഈ ശരത്തുണ്ട്, മറ്റൊരു അയ്യോ ഈ വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇതൊക്കെ. മറ്റേ ശരത്ത് പറഞ്ഞേ, ശരത്തെ നിങ്ങളുടെയൊക്കെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ഒക്കെ വാന്ന് കൊച്ച ഉണ്ടാക്കി നിങ്ങൾ അവിടെ റിസ്ക് വലിച്ചു കൂട്ടി. എപ്പോ ഫോൺ വിളിച്ചാൽ എടുക്കുന്നുണ്ട പുള്ളി. പറഞ്ഞു അപ്പാടെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നതാണ്. അപ്പൊ പകരം കേക്കണ്ടല്ലോ അല്ലേ. പകരം ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് അവിടെ പോയി ഇരുന്ന് പതുങ്ങിയിരുന്ന് എക്സ്പെക്ടേഷൻ ഒക്കെ ലോ ആയിട്ട് ചെയ്തിട്ട് പോയി നോക്കിയിട്ട് ഡെലിവറി ചെയ്യും. അപ്പൊ പറയണേ അപ്പൊ ഇന്ത്യയില് വലിയ ആളാവണെങ്കിലും ഒന്നിനും ലുക്ക് വേണം. അത് നിനക്ക് പണ്ടേ ഇല്ല. പിന്നെ മറ്റേ ആ 3 ക്രൈറ്റീരിയ പറഞ്ഞു. ലുക്ക് എന്താ, ഇംഗ്ലീഷ്, IIT, പിന്നെ എന്താ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണോ, അങ്ങനെ തോന്നുന്നുണ്ട്. വർക്ക് എല്ലാവരും ചെയ്യും, ഡെലിവറി എല്ലാവരും ചെയ്യുന്നു. ഡെലിവറി ബീങ് കോൺസ്റ്റന്റ് അതിപ്പോ പണ്ടേ ഞാൻ പറഞ്ഞ കാര്യ. അതായത് either your qualification should have to speak for you or you should speak. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ പറയല്ലേ ഈ ഇത് പറയില്ല, അതായത് ഒന്നുമില്ല മറ്റേ അപ്പം കാശാറിനെല്ലാം കുഴപ്പമില്ല, അമ്മായിപ്പം കാശാറിനാന്ന് പറയില്ലേ. അതേമാതിരിയുള്ളൊരു രീതി. അപ്പൊ ഇതാണ് ഈ 2 ഇങ്ങനത്തെ കുറെ എപ്പിസോഡുണ്ട്. അപ്പൊ അത് കാരണം എന്റെ പകുതി ശത്രുക്കളെ ശരത്ത് ഇൻഹെറിറ്റ് ചെയ്യും ആ പ്രോസസ്സിലൂടെ. ബാക്കിയുള്ളത് സാറ് പറഞ്ഞെനിക്കത് ഏൽപ്പിച്ചത്. ഇപ്പൊ ഞാൻ അത് വേറൊരു കാര്യമാണ്. ഒരു ചൊറിയനെ വേറെ ചൊറിയനെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ല അപ്പൊ അങ്ങനെയല്ല, ഇത്
ഇതിൻ്റെ ഉള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? മറ്റുള്ളവര് അവരൊരു സെറ്റിംഗ് തീരുമാനിക്കും. പക്ഷെ അപ്പൊ എന്താ വെച്ചാലേ, ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലെ കണ്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ പഠിച്ചു കഴിഞ്ഞാല് ഞാൻ പോകുന്ന പല കമ്പനികളിലും അവിടെയുള്ളവരാ ബുദ്ധിമുട്ട്. REC പഠിച്ചവന് ഇരട്ടി ബുദ്ധിമുട്ടെന്നുള്ള. ഇപ്പൊ ശരത്തിന്റെ ജീവിതത്തിൽ ഒരു REC ഞാൻ പറഞ്ഞു, എനിക്ക് അറിവുള്ള REC MC ആയിട്ടുള്ളത് ഒരു പുള്ളി ഒരു പുള്ളി ഇവിടെ വന്നു, എവിടെ ഒരു കമ്പനിയിൽ വന്നു. എന്നിട്ട് അപ്പൊ അയാൾ നോക്കിയപ്പോ എന്താണ്, ഒരു ചെറിയ ഒരു 3 കൊല്ലം എക്സ്പീരിയൻസ് 4 കൊല്ലം എക്സ്പീരിയൻസ് കണ്ടുള്ളൂ ചരത്തിന് വന്നു. അപ്പൊ 4 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളെ കണ്ടപ്പോ അയാൾ തോണ്ടാന്ന് വിചാരിച്ചു. ഈ ജിമിനസോഫിസ്റ്റും അലക്സാണ്ടറും കണ്ട വരിയായിരിക്കും. രണ്ട് സ്കൂൾ ഓഫ് തോട്ട്. ഒരാൾ REC, മറ്റാള് മറ്റേ എന്താ പറയാ ഐക്കണോക്ലാസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട്. മോഡേൺ ഗുരുകുല വിദ്യാഭ്യാസം വിളി. അപ്പൊ പുള്ളി അന്ന് പറഞ്ഞു കൊടുത്തത് എന്താ അയ്യോ അത് എനിക്ക് ഓർമ്മയില്ല. നൈസായിട്ട് മറന്നു. അല്ല അപ്പൊ അല്ലെ, ഒരു സീരിയസ് നോട്ടില് ഈ ടൈപ്പ് പ്രൊവക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാല് ആ ആർട്ട് അവിടെ നിൽക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഓണ്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്റെ വികൃതമായ മോന്തം ഓർമ്മ വരും. അത് ശരിയാ. UST ഞാൻ ഓണ്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പുള്ളി നടന്നു പോയിരുന്നു. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ബൈ എനി ചാൻസ് പ്രസീദിനെ അറിയോന്ന്. അതല്ല ആ സമയത്ത് ഇതേ ഒരു പേപ്പർ എഴുതിപ്പോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അപ്പൊ ഓണ്ടോളജി എന്ന് പറഞ്ഞ അല്ല അത് കഴിഞ്ഞൊരു ക്ലബ് ഹൗസ് ചെന്ന് കഴിഞ്ഞപ്പോ ഓണ്ടോളജി എന്നുള്ളത് കോമൺ നോളജാ ആൾക്കാരുടെ ഇടയില്. അതല്ല ക്ലബ് ഹൗസ് ശരിക്കും രക്ഷിച്ചില്ലേ, മനസ്സിലായില്ലേ? ഈ ക്ലബ് ഹൗസ് വന്നപ്പോഴാണ് ഞാൻ പറയുന്ന ക്രിക്കിന്റെ പുറകിലൊക്കെ കേരളമായല്ലോ അതിന്റെ. മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കുറെ ആൾക്കാരെ എനിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ക്ലബ് ഹൗസ്. ക്ലബ് ഹൗസില് 100ഓളം റൂം ഹോസ്റ്റ് ചെയ്ത്. അപ്പോഴാണ് ഓക്കെ ഇപ്പൊ ക്ലബ് ഹൗസിൽ പലരും വരാതായത് തന്നെ എന്റെ റൂമിലെ ആള് വരുന്നു, അവർക്ക് സഹിക്കാൻ പറ്റണ്ടായിരുന്നു. അപ്പൊ അല്ല എന്റെ പരിചയക്കാരൊക്കെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഏതാ എന്റെ പരിചയക്കാരൊക്കെ ആദ്യം ഫോളോ ചെയ്തിട്ട് പിന്നെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആരൊക്കെയാണ് ഇറിറ്റേറ്റഡ് ആവണേ. ഏത് നിങ്ങളുടെ എന്റെ കാര്യത്തിലാണോ എന്റെ അല്ല സാറിന് ഫോളോ ചെയ്തിട്ടുണ്ടാവും. പറ. ഇപ്പൊ എന്നെ പലർക്കും ഫോളോ ചെയ്തിട്ടില്ല. ശരത്തിന് അബദ്ധത്തിലും ഫോളോ ചെയ്യും. അല്ലല്ല അതിപ്പോ ശരത്ത് കോൺഷ്യസ്നസ് സ്റ്റഡീസിനെ കുറിച്ചൊക്കെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അല്ല. അപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ജീവിതത്തിന് ഒരു ശുഷ്കമായ വീക്ഷണത്തിന് ശുഷ്കമായ വ്യാപ്തി ഉള്ളത് കൊണ്ടാണെന്നാണ് എന്റെ തീരുമാനം. ലാലിന്റെ ടേക്ക് പറയാം. അങ്ങനെ പറയാൻ വേണ്ടും അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ല അപ്പൊ ഈ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ആരോപണം എന്ന് വെച്ചാൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ഞാൻ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് പഠിക്കണം, എനിക്ക് ഇമ്പ്രൂവ് ആവണം എന്നുള്ളതുണ്ട്. പക്ഷെ വേറൊരാളെ ചലഞ്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിന് ഒരാളെ അല്ല അത് ആ സോഷ്യൽ കോണ്ടെക്സ്റ്റിലെ അത് സംഭവിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷന്റെ ക്രക്സ്. അപ്പൊ അത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ, ഇപ്പൊ എന്നൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് മറ്റേ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻസും അതൊക്കെയാണ് വേറെ. അതായത് എക്സ്പ്ലിസിറ്റ് ആയി സാറുണ്ടായിരുന്നു, പിന്നെ ആർട്ടിക്കുലേറ്റ് ചെയ്തപ്പോ എക്സ്പ്ലിസിറ്റ് ആയി, അപ്പൊ അത് ഫ്രെയിമായി മാറി. അപ്പൊ പിന്നെ മറ്റേത് എഫക്ട് ചെയ്യില്ല. ഈ അപ്പൊ ലാലിന്റെ ഫ്രെയിം ഓൾറെഡി ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഓൾറെഡി സോഷ്യലി കൺട്രോൾഡ് അല്ലേ അത്? സോഷ്യലി കൺട്രോൾഡ് ആണോന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് കുറെ ഇതുണ്ടല്ലോ, കുറെ ഇപ്പൊ വാല്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ശരിയും തെറ്റും ഉണ്ടല്ലോ. ആ ശരിയും തെറ്റിലും ലാലെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലാലിപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നൊരു 2 കൊല്ലം എന്തായാലും വാല്യൂ സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാവുമല്ലോ. അതായത് ഒരു ഗോ ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട് യുവർ സെൽഫ് നിന്ന് ഒരു മോഡൽ ആൻഡ് ഇംപ്ലിമെന്റ് എന്നുള്ള ലെവലിലോട്ട് ഒരു ഷിഫ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടോ? അതായത് ഒരു പ്രോബ്ലത്തെ കുറിച്ച് എ പ്രയോറി മോഡൽ ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റേഷനിലോട്ട് കൊണ്ടുപോകുന്നതും, പിന്നെ ഇനി നിങ്ങൾ അതിന്റെ പാർട്ടിസിപ്പന്റ് അല്ലെങ്കിലും പൊളിറ്റിക്സ് ഓഫ്
പെർഫോമൻസ് എന്നൊക്കെ പറയില്ലേ മറ്റേ രാജീവ് ചന്ദ്രശേഖരൻ. ഉം. അതേമാതിരി ഒരു പൊളിറ്റിക്സ് ഉണ്ട് IT ഫീൽഡിലാണെങ്കിലും എല്ലാ സ്പെഷ്യലൈസ്ഡ് ഡിസിപ്ലിനിലും. അവിടുത്തെ ഒരു പല ലെവൽസിലുള്ള പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ട്. അപ്പൊ അത് അവിടുത്തെ എക്സലൻസിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഗ്രൂപ്പിന്റെ, ഇപ്പൊ ഞാൻ നടത്തുന്ന ഗ്രൂപ്പ്, അതായത് ഇപ്പൊ ഇവരൊക്കെ ഉള്ള ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ ഓഫ് ഡിസ്കോഴ്സ് ഹൈ ആ കമ്പയർഡ് ടു അതേഴ്സ്. അത് സമ്മതിക്കുമോ? അതെ. അല്ല സമ്മതിക്കാൻ വേണ്ടിണ്ടാവും. ഇപ്പൊ ഞാൻ നിൽക്കില്ല എല്ലാവർക്കും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മാർട്ടിൻ ഫൗളർ പറഞ്ഞതോ ഇനി അല്ലെങ്കിൽ എല്ലാത്തിനും പ്രമാണം ചോദിക്കും എന്താന്നുള്ളത്. എന്റെ കേസിലല്ലേ, ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയും കൊളീഗ്സും അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. അതായത് നിങ്ങൾ വർക്ക് ചെയ്യണ പോലത്തെ ഒരു എൻവയോൺമെന്റ് ആയിരുന്നില്ല. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരാളും എന്നെ ചലഞ്ച് ചെയ്തിട്ടില്ല, എനിക്ക് ആരും ചലഞ്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെയല്ല, ചലഞ്ച് നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നതാണെങ്കിലോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല, അത് അറിയാൻ പറ്റൂലല്ലോ. അത് ഇപ്പൊ എങ്ങനെയാ പറയാ, ഇപ്പൊ ഞാൻ ഒരു കമ്പനി പോയിട്ടാ, ഇവിടെ പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. പക്ഷെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പൊളിറ്റിക്സ് ഉണ്ട്. വീടുകളിൽ തന്നെ പൊളിറ്റിക്സ് ഉണ്ട്. ഈ ക്രൈം പെട്രോളിലോ 5-ൽ 1 ക്രൈം വീട്ടിലെ പൊളിറ്റിക്സ് ചെയ്യുന്നത്. മറ്റേ ഈ അപ്പർ ആൻഡ് മിഡിൽ ലെവലില് നല്ല പൊളിറ്റിക്സ് ഉണ്ടാവും. അതായത് എങ്ങനെ സ്വത്ത് വാങ്ങിക്കണം, എങ്ങനെ ഇത് ചെയ്യണം, 100 കൂട്ടം പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലുള്ള എന്ത് സ്ഥലത്ത് വരുമ്പോ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എങ്ങനെ ചെയ്യും, മനസ്സിലായില്ലേ? അതായത് ബേസ് ആയിട്ട് 10 ആണ്, 12 കിലോ പൊക്കാൻ കഴിവുള്ള കുറെ ആൾക്കാർ. 14 വരുമ്പോ കളി വേറെയാ, മെറിറ്റ് അവിടെ വരും. 14 പൊക്കണം, 12 ഉള്ളുവെങ്കിൽ 14 പൊക്കാൻ വേണ്ടിയുള്ള ഇംപ്രവൈസേഷൻ അവിടെ വേണം. പക്ഷെ നിങ്ങൾ ആൾറെഡി 12 നിൽക്കണേ, നാട്ടില് 10 ഇതുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അല്ല, അത് ഇപ്പൊ എന്റെ കേസിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യ കാലങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, DSL ഇങ്ങനെ നീഷ് സ്കില്ല് വെച്ചിട്ടാണ് കരിയർ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഇവൻ ആരടാപ്പാ ഇത് ഞങ്ങൾക്ക് പറ്റാത്ത ഇതോ അവനെ കൊണ്ട് അങ്ങനെ പല രീതിയിലുള്ള സ്റ്റിഗ്മ ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ചിലപ്പോ പല ആൾക്കാരെയും പ്രഷർ സൈഡ് ചെയ്യേണ്ടി വരും. ഒരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഞാനൊരു ഇപ്പൊ നോട്ടക്കിന്റെ കേസിലെടുക്കാം. നോട്ടക്കില് ചെന്ന് കഴിയുമ്പോ ഒരു പുള്ളിക്കാരൻ പറയുവാണ്, അതെ ആ പുള്ളി ഭയങ്കര അടിപൊളിയാണ്, നിന്നെക്കാളും സൂപ്പറാണ് പുള്ളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ, പുള്ളി അടിപൊളി നോളജാണ്. ഞാൻ പറയും ഓക്കെ എന്ന് പറയും, ഞാൻ എൻ്റെ വഴിക്കു ഞാൻ അതിപ്പോ ഞാൻ പറയട്ടെ, അതിപ്പോ ഇപ്പൊ എങ്കിൽ ഞാനത് വേറെ രീതി പറഞ്ഞുതരാം. എന്റെ കേസിൽ പൊളിറ്റിക്സിന്റെ കുറച്ച് ഇത് പറഞ്ഞുതരാം. ഒന്ന്, ഐ വാസ് കട്ട് അബൌവ് ദ റെസ്റ്റ് ഇൻ ദ 90s. എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ല, വിസയുടെ ഒക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. കുറെ ആവറേജ് ആൾക്കാരും മാനേജ്മെന്റിലൊക്കെ വഴി അമേരിക്കയ്ക്ക് പോയി. അപ്പൊ അവർക്ക് ബുദ്ധി ഉണ്ടെന്ന് ഇതിപ്പോ ഞാൻ മണ്ടറായതുകൊണ്ട് വിദേശത്ത് പോയില്ല. അതെങ്ങനെ നിങ്ങൾ നേരിടും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ലാലിനോട് തന്നെ ഞാൻ കുറച്ച് ബ്ലണ്ടായിട്ട് വരും, എത്ര കൺട്രീസ് പോയിട്ടുണ്ട് ലാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് പെടും. അതിലുള്ളൊരു ക്യാച്ച് ഇതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതേവരെ വർക്ക് ചെയ്ത ഒരു കമ്പനിയിലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. പറഞ്ഞോട്ടോ ഇടയ്ക്കറി പറഞ്ഞു, കൈവക്കിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയാവുന്നത് അറിയോ, നമ്മള് കമ്പയർ ചെയ്യുമ്പോഴല്ലേ പ്രസിദ്ധിയ പ്രശ്നം. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം. അതായത് ഞങ്ങൾ ഒരു ബോട്ടിലാട്ടോ. ഞാൻ പറയട്ടെ, ഞാൻ UST വന്ന ടൈമില് നമുക്ക് തുടങ്ങാന്ന് വെച്ചാൽ നമുക്ക് H1 കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതായത് എന്റെ ഗോള്. അതായത് എനിക്ക് H1B പോകണം. എല്ലാപ്പോഴും നമ്മൾ അവിടെ പോയി നമ്മുടെ ആളുടെ അടുത്ത് പറയും എനിക്ക് പോകണം എന്ന് കരയും. ഓക്കെ, അത് എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. അതായത് ഇന്ത്യയിൽ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ അവിടെ നടന്ന മിഷാപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ടീമിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു.
പിന്നെ ഓക്കെ പിന്നെ എനിക്ക് വേറെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കണം. ഓക്കെ, ആ ഒരു ഫീലിംഗ് കൂടി വന്നിട്ട് ഞാൻ നാട്ടിൽ വന്നു. ഓക്കെ, നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം US-ലാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് കൂടുതലുള്ള എല്ലാവരും ഹൈ പേയിങ് ജോബാണ്. ഓക്കെ, അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കമ്പയറിങ് എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ തുടങ്ങി. ഓക്കെ, അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 2 വർഷം എടുത്തു. അതായത് ഇപ്പോഴും എനിക്ക് ആ സ്റ്റിഗ്മ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കമ്പയർ ചെയ്യും. പക്ഷെ അറ്റ് ദി എൻഡ് ഞാൻ ആ ഒരു കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഈ എഫക്റ്റ് വന്നില്ല. ഓ, ഞാൻ US-ൽ പോയില്ല, ബാക്കിയുള്ളവർ എന്നെ മണ്ടനാണെന്ന് തോന്നുന്ന ആ ഒരു ഇത് ഞാൻ അവരെക്കാട്ടും മേളിലാണ് എന്ന് വിശ്വസിച്ചു തുടങ്ങി. അതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഞാൻ അപ്ലൈ ചെയ്തത്. ഞാൻ അതിൻ്റെ ഉള്ളിലേ ഒരു ഞാനിപ്പോ ശ്രീത്ത് പറഞ്ഞതിന് തരാം. ഞാനൊരു 90-കളിൽ തന്നെ ഞാൻ കുറെ പേരെ അന്ന് തന്നെ മെന്റർ ചെയ്യുന്നുണ്ട്. അന്ന് വിഷ്വൽ C++ ഇപ്പൊ എന്താ പറയാ, കേരളത്തിലെ മിക്ക വിഷ്വൽ C++ പ്രോഗ്രാമേഴ്സും എൻ്റെ വിഷ്വൽ C++ പഠിച്ചു ആ കാലം. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ആ സോഷ്യൽ സ്റ്റാൻഡിങ് ഉണ്ട്. അവിടെ നിന്ന് പെട്ടെന്ന് കുറെ ആൾക്കാർ അമേരിക്കയ്ക്ക് പോയി കഴിയുമ്പോ യു ആർ നോ ബഡി എന്ന് പറഞ്ഞു വരുമ്പോ എന്ത് ഇപ്പോഴും പറയോ യു ആർ നോ ബഡി എന്ന്? അങ്ങനെ പിന്നെന്താ, പുസ്തകം ഏത് അണ്ടനാണ് എഴുതുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ മൈക്രോസോഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ഇപ്പൊ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും. അതല്ല, അത് പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ, പക്ഷെ അവരെ ഇപ്പൊ ഓവർകം ചെയ്യാൻ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അല്ല അപ്പൊ പിന്നെ സാമൂഹ്യ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ കയ്യില് ടോപ്പ് നോട്ട് സ്കിൽ ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ലിവറേജ്ഡ് ബൈ മൈ ഫ്രണ്ട്സ് ഇൻ ഓർഡർ ടു ഗോ അപ്പ് ഇൻ ദെയർ ലൈഫ്. ജസ്റ്റ് ബിക്കോസ് അവരുടെ സോഷ്യൽ തിങ്കിങ് വേറെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ യാഥാർത്ഥ്യത്തിന് നേരെ കാർപ്പിച്ച് തുപ്പണം. എന്റെ കാര്യം മാത്രമല്ലല്ലോ അവിടെ വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ എനിക്ക് ഇതിപ്പോ ഇതിപ്പോ വേറെ രീതി പറഞ്ഞു. ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സെഷൻ എടുത്തു, പാറ്റേൺസ് ഓഫ് സ്നോബറി ആൻഡ് ടാക്ടിക്സ് ടു ഡീൽ വിത്ത്. പൊങ്ങച്ചവും അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത്. അപ്പൊ ഞാൻ ആൾക്കാരൊക്കെ ചിരിച്ച് 2014-ലാണ് കേട്ടോ, എല്ലാവരും ചിരിച്ച് ഹാപ്പി ആക്കി ഇരിക്കുമ്പോൾ ഒരു ചോദ്യം വന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഗ്നോർ ചെയ്തുകൂടാ? അതിപ്പോ ഞാൻ പറയട്ടെ, ഈ ഇങ്ങനത്തെ കോഴ്സ് എടുത്തോണ്ട് തന്നെ എനിക്ക് മറ്റ് IT പ്രൊഫഷണൽസിനേക്കാൾ ഹൈ ക്വാളിറ്റി ലൈഫ് ഉണ്ട്. അതിനെക്കൊട്ടെ പർപ്പസ് എല്ലാ ദിവസം കാലത്ത് ഇടിക്കാൻ പറ്റും. പിടികിട്ടിയ അല്ല, ഞാൻ ഫുള്ളായിട്ട് ഇഗ്നോർ ചെയ്യണമെന്ന് പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ നമ്മളെ പേഴ്സണലായിട്ട് എഫക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനെ നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്യണം. അതായത് നമ്മുടെ അടുത്ത് പൊങ്ങച്ചം കാണിക്കാൻ വന്നവരെ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അത് നമ്മളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നില്ല. അവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, വെള്ളക്കാരനെ ബുദ്ധിയുള്ളൂ, അത് ഫൈറ്റ് ചെയ്യണോ വേണ്ട? ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 2 കേസ് ഉണ്ട് പ്രസിദ്ധി. ഇപ്പൊ നമുക്ക് അയാളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകണമെങ്കിൽ മാത്രമേ ഞാൻ ഫൈറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം, ഫൈറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഗൂഗിളിലുള്ളവനെ ബുദ്ധി. പിന്നെ ഞാനൊക്കെ എന്ത് ചെയ്യും? അവനെ ആമസോണിലാണ്, നീ വെറുതെ അല്ല, നീ ഇഫ് യു ആർ ദാറ്റ് സ്മാർട്ട് വൈ ആർ യു നോട്ട് ഇൻ മൈക്രോസോഫ്റ്റ്? അങ്ങനെ ഉത്തരം പറയും. അപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്ത്, മൈക്രോസോഫ്റ്റിൽ 5 തരം മൈക്രോസോഫ്റ്റ് ഉണ്ടെന്നു അതിനെ അടിച്ചടിച്ചിട്ട് ഞാൻ പാരറ്റി കൊണ്ടുവന്നത്. ഗൂഗിളിന്റെ ടെസ്റ്റിനെ ഡിജിറ്റൽ PSC എന്ന് പറയാൻ വിളിക്കേണ്ടി വന്നു. ഞാൻ ചിലപ്പോൾ സറ്റയർ ഉപയോഗിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ ഡീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അത്ര ബുദ്ധി എനിക്കില്ല. അതൊരു വ്യക്തിപരമായിട്ടല്ലേ വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, മെഷീൻ ലേണിംഗിന്റെ ഉപദ്രവം ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് അത് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കണമായിരുന്നു. ഇല്ല, നൂറോളം പേരുടെ പോസിറ്റീവ്ലി അഫക്ട് ചെയ്ത കാര്യം പറഞ്ഞേ. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അവിടെ. വർത്തമാനം പറഞ്ഞ സ്കെയില് വ്യത്യാസമാണ്. അപ്പൊ ശരിയാണ്, എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ഞാനതിനെ സോൾവ്. ഞാൻ ഓപ്പറേറ്റ് ചെയ്ത സ്കെയില് മൈന്യൂട്ടാണ്. അതല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഒരു റിലേറ്റീവ്, ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ലൈഫിൽ അതായത് മൊബൈൽ ഡെവലപ്പർ മണ്ടന്മാരാന്നാണ് എല്ലാരും പറയുന്നത്.
അതായത് മൊബൈൽ അല്ല, എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ, അത് കറക്റ്റ് ആണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ പേഴ്സണൽ. സ്റ്റാറ്റിസ്റ്റിക്കലി അത് കറക്റ്റ് ആണല്ലോ. ഇപ്പൊ ഡെവോപ്സുകാര് മണ്ടന്മാരായിരിക്കും എന്നുള്ളതിന് അപ്പോ വേറെ പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ബാക്ക് എൻഡ് അതിന് ഒരു സോൾവ് ഡെവോപ്സുകാരനായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ക്ലാസ് അങ്ങനെയാണ്. പക്ഷെ കിട്ടിയ ബാക്ക് എൻഡിൽ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ അത്രയും കോംപ്ലക്സിറ്റി മൊബൈലില്ല എന്നൊരു ആശയമുണ്ട്. ഓക്കെ, അല്ല, പക്ഷെ ഇതിപ്പോ പക്ഷെ പക്ഷെ ഇതേ ബാക്ക് എൻഡ് ഡെവലപ്പർ വന്നിട്ട് ഒരു ലൈൻ കോഡ് മൊബൈൽ എഴുതാൻ പറഞ്ഞാൽ പൊട്ടിത്തകരും. അതായത് ആ അതല്ല, കോഗ്നിറ്റീവ് തിങ്കിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്കിപ്പോ മൊബൈൽ, ഞാൻ അങ്ങനെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടു നടക്കണമൊന്നുമില്ല. ഇങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്, നെഗറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതിപ്പോ എന്റെ പരിചയത്തില് ഇപ്പൊ ഇന്ത്യയില് മൊബൈൽ ഡെവലപ്മെന്റില് ചിലപ്പോ ആദ്യത്തെ നേറ്റീവ് കോഡ് ഡെവലപ്പർ എന്റെ പരിചയത്തിലുള്ള പുള്ളിയാണ്. ഓക്കെ, പുള്ളിയാണ് ഈ മൊബൈൽ മന്ദബുദ്ധികളുടെ കേന്ദ്രമാണെന്നുള്ളത് നേരിടുന്നത് ഏറ്റവും വലിയ ആള്. മനസ്സിലായില്ലേ? എനിക്കതല്ല എന്നൊക്കെ അറിയാം. കാരണം എന്താ വെച്ചാല് ഞാൻ മൊബൈലില് ഈ iOS-ലും ആൻഡ്രോയിഡിലും നേറ്റീവ് കോഡ് അപ്ലിക്കേഷൻസ് ഞാൻ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ iOS-ൽ എനിക്ക് ശരിക്കും iOS 1-ൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ചലഞ്ചസ് എന്നും അതിനെ കുറിച്ചൊക്കെ അറിയാം. ഞാൻ അതിനെ ഒരു സ്മോൾ ഫുട് പ്രിന്റ് സിസ്റ്റം ആയിട്ട് കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലെവലില് കൈൻഡ് ഓഫ് എക്സ്പോഷർ, ഇപ്പൊ ഞാൻ ഡെവലപ്മെന്റ് റേസ് ഞാൻ പറഞ്ഞ പോയിന്റ് ഡൈവേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നത് എന്താ അറിയോ, ഒരു സ്റ്റിഗ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അടിപൊളി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഒരു ഇത് വരുമ്പോ ഇപ്പൊ നമ്മൾ തന്നെ സോഫ്റ്റ്വെയർ പോയിട്ട് ഒരു ഇലക്ട്രോണിക്സ് കമ്പനി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്താ സ്നൈഡർ പോലെയുള്ള വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എന്താ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഞങ്ങൾ എഴുതുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ചിപ്പ് അല്ലെങ്കിൽ അതിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ വെച്ചാൽ ആ ഒരു സ്റ്റിഗ്മ എല്ലാ ലെവലിലും വരും എന്നാണ് ഞാൻ അതെ. പറയുന്നത്. അല്ല, അപ്പൊ അതെങ്ങനെ നേരിട്ടു എന്നാണ് അറിയേണ്ടത്. അപ്പൊ അത് നേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങളുടെ കൂടെ മൊബൈൽ ഡെവലപ്പേഴ്സ് നിന്നോ? നിങ്ങളിപ്പോ അതിനെ ചലഞ്ച് ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ എത്ര മൊബൈൽ ഡെവലപ്പേഴ്സ് നിങ്ങളുടെ കൂടെ നിന്നു? എനിക്ക് 50% സക്സസ് വന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് 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 ഈ പറഞ്ഞവര് മൊബൈൽ ഡെവലപ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വന്ന് മൊബൈൽ കോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ റിയൽ ടൈം ആയിട്ട് അവര് വന്ന് തൊട്ടപ്പോൾ അവർക്ക് പൊള്ളി. ഓക്കെ, അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, അല്ല, നിങ്ങളെ ഫൈറ്റ് ചെയ്തൊരു മണ്ടന്മാരായിരുന്നു. ബർഡൻ ഓഫ് പ്രൂഫ് അവർ നിങ്ങളെ തലയിൽ ഇട്ടിരുന്നെങ്കിലോ? ഓക്കെ, ആ അവിടെയാണ് പ്രശ്നം. സിറ്റുവേഷൻ ഇപ്പൊ ബർഡൻ ഓഫ് പ്രൂഫ് അവരെടുത്തോണ്ടാണ് അവര് ഇത് ചെയ്യുന്നത്. ബർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ തലയിലേക്ക് ഇട്ടാണ് പണിപാളി. അതാണ് അടുത്ത 50%. അതായത് അല്ല, അപ്പൊ ഇപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാനേജ് ചെയ്യുന്നതാണ് ബർൺ ഓഫ് പ്രൂഫ് നമ്മുടെ തലയിൽ വന്നത്. അപ്പോ പണിയായിരുന്നു, അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ നേരിടുന്നത് ഇപ്പൊ IIT പഠിച്ചാൽ IIT-ക്കാർക്ക് ഉടൻ ആവറേജ് ഒക്കെ നമുക്ക് സമ്മതിക്കും. ഇപ്പൊ ഞാൻ ചെല്ലുമ്പോ അങ്ങനെ ഇപ്പൊ വെള്ളക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ത്യക്കാർക്ക് കൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഇവന്റെ ആ കാറ്റഗോറിക്കൽ റീസണിങ് ഉണ്ടല്ലോ, അത് എന്നെ അഫക്ട് ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്യും? അറിയില്ല. അല്ല, അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കാരനെ കാരണം കണ്ടുപിടിച്ച് ഗൾത്തും. അതായത് ഇപ്പൊ ഈ എന്റെ ഒരു അടുത്ത ബന്ധത്തിൽ ഒരു പെൺകുട്ടി ഒരു കമന്റ് നടത്തിയതിലാണ് ഡെവോപ്സ് കൊതം കഴുകുന്ന പരിപാടിയാണ് ഞാൻ അടിക്കാൻ കാരണം. മനസ്സിലായോ? അപ്പൊ അതോടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നാളെ ഇപ്പൊ എന്റെ ഫാദർ ഡെവോപ്സ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റും. മനസ്സിലായോ? പിന്നെ വേറെ കാര്യമുണ്ട് പ്രസീദ്, ഞാൻ ഒരിക്കലും ഇപ്പൊ ബാക്ക് എൻഡ് പൊള്ളയെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഫൈറ്റ് ചെയ്തേക്കുന്നത്. അല്ല, പക്ഷെ അതെന്തുകൊണ്ടാന്ന് അറിയാമോ? അത് നിങ്ങൾ ഇൻഡിവിജ്വൽ ലെവലിലെ ഫൈറ്റ് ആയി. ഇപ്പൊ ഞാൻ പറയട്ടെ, അവിടെയാണ് ഒരു പ്രശ്നം ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മെഷീൻ ലേണിംഗിനെ എതിർക്കുന്നു. യു നോ മോർ മെഷീൻ ലേണിംഗ് എന്നല്ല. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിന് കുറെ കുഴപ്പങ്ങളുണ്ട്. അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് വെക്ടർ ബൈ വെക്ടർ ആയിട്ടാ പോയിട്ട് അടിക്കണേ. അല്ലാതെ ഐ നോ മോർ മെഷീൻ ലേണിംഗ് ദാൻ യു എന്ന് പറയാനല്ല ഇവിടെ കിട്ടിയ. അപ്പോ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ശരിയാണ്, നിങ്ങളുടെ കാറ്റഗറി ഇപ്പൊ ഒരു ഡെവോപ്സുകാരന് തോന്നുന്നു ഇവൻ എന്നെ കൂടുതൽ അപമാനിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് എന്റെ പൊളിറ്റിക്സ്, അത് അവന്റെ പൊളിറ്റിക്സ് പറയാം. ഇത് മെയിൻ പ്രശ്നം എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ജഡ്ജ് ചെയ്യാൻ അറിഞ്ഞു തുടങ്ങി. ജൂറി ഈസ് ഔട്ട്. ജൂറിക്ക് ഇത് ജഡ്ജ് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്ത് ചെയ്യും?
എനിക്ക് ബുക്ക് അറിയില്ല, എനിക്ക് ബുക്ക് എഴുതിയതിനൊരു ഉപകാരം കിട്ടിയിട്ടുണ്ട്. കാരണം ഡബിൾ അതോറിറ്റി ഫിഗർ ആയിട്ട് വന്നു അവിടെ ആ ഒരു ആ അല്ല അല്ല അത് തന്നെയാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഇതിനെയൊക്കെ നേരിടാനുള്ള ക്രെഡൻഷ്യൽ അവിടെ നിന്ന് ഉണ്ടാക്കിയേ. കമ്മ്യൂണിറ്റിയിൽ പോയി സംസാരിക്കും, പുസ്തകം എഴുതും, ആ, മറ്റേ ആർട്ടിക്കിൾ എഴുതും, മറ്റേ പേപ്പർ എഴുതും. ആ, അങ്ങനെ ആ, ആർട്ടിക്കുലേറ്റ് ചെയ്ത് നേടിയ അധികാരം അത്. അതെ. അപ്പൊ അല്ലാതെ നമുക്ക് പോയി വെറുതെ ഒന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഇപ്പൊ എന്റെ കേസിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തിനാണ് ലിമിറ്റ് ചെയ്യണേ? മനസ്സിലായില്ലേ? ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ ശ്രീത്ത് മൊബൈൽ നന്നായിട്ട് ചെയ്യണം. അപ്പൊ അവിടെ വേറൊരുത്തനുണ്ട്, നീയൊക്കെ ആരാ അവന്റെ മുന്നിലല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവൻ കാണിച്ചു തരുന്ന ആളെ തന്തയ്ക്ക് വിളിക്കാൻ തന്നെയാണ് നിങ്ങൾക്ക് വഴിയുണ്ടോ? വേറൊന്നുമില്ല, കൊള്ളില്ലെന്ന് പറയാനേ പറ്റുള്ളൂ. അതെ. അപ്പൊ കൊള്ളില്ലാന്നല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇവനും കൂടി കൊള്ളണം. മനസ്സിലായി? അപ്പൊ ഇവന്റെ ആരാധ്യ പുരുഷന്മാരെ നമ്മൾ അടിക്കണം. ഉം, അപ്പൊ ഇഞ്ച് ഫീൽ ചെയ്യിക്കണ്ടേ? ഉം. സി അത് നിങ്ങൾക്ക് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടണമെങ്കിലോ, പെർസെപ്ഷൻ ഗെയിമിൽ നിങ്ങൾ തോറ്റുപോയാലോ? പണിപാളി നമ്മുടെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങോട്ട് അല്ല, പിന്നെ വേറെ ഉണ്ട്. വെൻ പിന്നെ യു ആർ ഇതൊക്കെ ഒരു തിയറി ഓഫ് ആവറേജ് അല്ലേ പ്രസിദ്ധി? അതായത് നമ്മള് കുറേ ഇതില് എപ്പോഴും നമ്മൾ വിൻ ചെയ്യണമെന്ന് ഉറപ്പുണ്ടോ ഈ ഒരു ഫൈറ്റില്? ഇല്ല, പക്ഷെ ഫൈറ്റ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. ജയിക്കണം എന്നില്ലല്ലോ. ഓക്കെ, ഫൈറ്റ് ചെയ്യണം നിർബന്ധം. സി അതിപ്പോ പക്ഷെ ഞാൻ ചെയ്യട്ടെ. അത് ഓക്കെ, എക്കണോമിക്കലി ഇതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫൈറ്റ് ചെയ്യാം. കറക്റ്റ്. അല്ലെങ്കിൽ പിന്നെ അല്ല, ഇപ്പൊ ഞാൻ ചെയ്യട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് പുറകിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. ആ, സ്ഥിരം അല്ല, ഇതിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഈ ധാരണയുണ്ടല്ലേ, വെള്ളക്കാരനെ ബുദ്ധിയുള്ളൂ, മറ്റു കൾച്ചേഴ്സിൽ നിന്നുള്ളവർ നമ്മളെയൊക്കെ സുപ്പീരിയർ ആയിരിക്കും. ആ, ദാറ്റ് നിയർലി കോസ്റ്റ് മീ മൈ ജോബ് ആൻഡ് മൈ സൈക്കി. ഞാൻ ഊരിപ്പോരായിരുന്നു അതിൽ നിന്ന്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ആ ധാരണ മാറ്റി കൊടുക്കണ്ടേ? എന്നിട്ടും എന്താ പറയാ, ആൾക്കാർ അവരുടെ പൊതുബോധത്തിന് പുറകിലാണ് ആൾക്കാർ. പൊതുബോധമാണ് ഞാനിവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, അതിപ്പോ പീപ്പിൾ ക്യാൻ എഗ്രി ടു ഡിസഗ്രി. ആ, അതല്ലല്ലോ അവര് ചെയ്യുന്നേ. അവര് ശരിക്കും പറഞ്ഞ വ്യക്തിഗതപരമായ കാര്യമാണ്. അത് അവൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാ ഫൈറ്റ് ചെയ്യുന്നത്. അവര് ഫൈറ്റ് ചെയ്യല്ല. മനസ്സിലായില്ലേ? അതെ. ബേർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ തലയിലേക്ക് ഇടാൻ നോക്കുക. അല്ല, ബേർഡൻ ഓഫ് പ്രൂഫ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയില്ലേ? അതെ. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ നോളജിന് ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഒരു ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ കുറിച്ച് അറിയാവുന്ന ഒരാള്, അയാൾ വെസ്റ്റേൺ ഫിലോസഫി വേണ്ടി പഠിച്ചെങ്കിൽ അയാൾ വെള്ളക്കാരനൊക്കെ സുപ്പീരിയർ ആയിരിക്കും. അയാൾക്ക് എഡ്ജ് ഉണ്ട് രണ്ടും. ഉണ്ട്. അത് ഇപ്പൊ ഇവിടുത്തെ മതേതര മുന്നണികൾക്കൊന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷെ ഫാക്ട്. മനസ്സിലായി? ഇപ്പൊ കോൺഷ്യസ്നസ് സ്റ്റഡീസിൽ വേദാന്തത്തിന്റെ വ്യൂ അറിയാവുന്നവന് വിൽ ബി ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് മോർ. മനസ്സിലായില്ലേ? കാരണം വൺ ഓഫ് ദി മോസ്റ്റ് കൊഹിറന്റ് എക്സ്പ്ലനേഷൻ വേദാന്തമാണ് കൊടുക്കുന്നത് കോൺഷ്യസ്നസിന്. അപ്പൊ അത് പറയുമ്പോ അപ്പൊ തന്നെ മതേതരത്വം, ദളിത് ന്യൂനപക്ഷ മുന്നണി, ബ്രാഹ്മണിക്കൽ ഹെജിമണി, സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ അവിടെ എങ്ങനെ മീനിങ് ഫുൾ ഡിസ്കോഴ്സ് നടക്കണം? നിങ്ങൾക്ക് മനസ്സിലായി? അപ്പൊ ആ ഒരു സെൽഫ് വർത്ത് ഇല്ലായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ക്ലബ് ഹൗസിൽ ഞാൻ പറഞ്ഞു കാൽക്കുലസ് കണ്ടുപിടിച്ചത് ഇരിഞ്ഞാലക്കുടയിലാണ്. പക്ഷേ അവിടെ കിടന്ന് ആൾക്കാർ ഒച്ച ഉണ്ടാക്കണായിട്ടാണ് എനിക്ക് ചിരി വന്നത്. നിങ്ങൾക്ക് മനസ്സിലായ? അല്ല, ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ ശ്രീജിത്ത്? എന്റെ അടുത്ത് കഴിഞ്ഞ പ്രസിദ്ധി പറഞ്ഞിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ന്യൂട്ടൺ ഗ്രിഗറി സീരീസിനെ ഇപ്പൊ മാധവ ന്യൂട്ടൺ ഗ്രിഗറി സീരീസ് എന്നാ പറയണേ. മനസ്സിലായ? അപ്പോ ഈ മറ്റേ ഇന്റലക്ച്വൽ ഇപ്പൊ മറ്റേ പ്രൊഫസർ ഗീവർഗീസ് ജോസഫേ 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ക്രസ്റ്റ് ഓഫ് ദ പീകോക്ക്, മയൂരശിഖ എന്ന് പറയുന്നത് മലയാളത്തിലോട്ട് DC ബുക്സ് ഏതാണ്ട് അവര് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് ഡൗട്ട്. പിന്നെ എ പാസേജ് ടു ഇൻഫിനിറ്റി, അനന്തതയിലേക്കുള്ള പാത.
ആദ്യത്തെ അതെ ബുക്കിന്റെ സബ് ടൈറ്റിൽ നോൺ യൂറോപ്യൻ ഒറിജിൻസ് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. അതിൽ ചാപ്റ്റർ 8 and 9 or 9 and 10 ഇന്ത്യയാണ്. കേരളത്തിൽ ആര്യഭട്ട അവരുടെയൊക്കെ കോൺട്രിബ്യൂഷനാണ്. പിന്നെ അനന്തതയിലേക്കുള്ള പാത എൻറ്റയർലി അബൌട്ട് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്. റീഡിയ. ഓക്കെ അപ്പോ അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ പൈതഗോറസ് തിയറം അങ്ങനത്തെ എല്ലാത്തിനും കുറെ കണ്ടൻഷ്യസ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട് അവിടെ. അപ്പൊ ഓക്കെ ജസ്റ്റ് ബിക്കോസ് നമ്മുടെ നാട്ടിലാണ് ഒരു സാധനം കണ്ടുപിടിച്ചതെന്നുള്ളതിനെ കുറിച്ച് പ്രൈഡ് ആവാന്നുള്ളതല്ല, നമുക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കണ്ടേ? വേണം. 2008 വേൾഡ് കപ്പില് സുരേഷ് റെയ്ന വേൾഡ് കപ്പോ ഇതിലോ ഒരു വെസ്റ്റ് ഇന്ത്യൻ ബോളറിന്റെ ബൗൺസ് ചെയ്ത പന്ത് അടിക്കാൻ നോക്കി. പുള്ളി മിഡോണില് ക്യാച്ച് പിടിച്ച് ഔട്ടായി. അപ്പൊ ഒരു കൃഷ്ണപള്ളി പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ BJP-കാരൊക്കെ ഇന്ത്യ ഷൈനിങ് ഇതൊക്കെ ഇവന്റെ വിചാരം എന്താ, ആ ചിടുങ്ങാച്ചി പയ്യൻ വെസ്റ്റ് ഇന്ത്യൻ ബോളറെയൊക്കെ ഓൺ ദ റൈസ് അടിക്കാനായോ എന്ന് അവൻ ചോദിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഞാനപ്പൊ എന്ത് ചെയ്തത്, ഈ മറ്റേ വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈദർ വേദ, അത് വേദത്തിൽ നിന്നുള്ളതല്ല, ഇന്ത്യൻ മാത്ത് കോൺട്രിബ്യൂഷൻ ബിയോണ്ട് അതുണ്ട്. വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു 1960 ഭാരതീയ തീർത്ഥ കൃഷ്ണ മഹാരാജ് എന്ന് പറഞ്ഞൊരു സന്യാസിയുടെ കുറെ ട്രിക്സാ. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവണേക്ക് മുമ്പ് ഞാൻ ആ ബുക്ക് പഠിച്ചിട്ടുള്ളത് കൊണ്ടും എന്നെ മാത്തമാറ്റിക്സ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ബുക്കിനോട് എനിക്കൊരു പ്രതിപത്തിയുണ്ട്. ആ ബുക്കിന്റെ മനസ്സിലാക്കാത്ത ടൈം എടുക്കും ഞാൻ. അപ്പൊ ഞാൻ ആ സാധനം ആർഗ്യൂ ചെയ്ത്, അപ്പൊ അവർക്ക് എന്റെ അടുത്ത് പിടിച്ചേക്കാൻ പറ്റില്ല, കാരണം എനിക്ക് നല്ല നോളജ് ഉണ്ട് മറ്റേ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സിനെ കുറിച്ച്. അപ്പൊ ഇവര് ആ പൊളിറ്റിക്സ് അതിന്റെ ഉള്ളിൽ കാണുന്നത് ഇവിടെ കിട്ടിയ. പിന്നെ ആ പൊളിറ്റിക്സിനും ഇപ്പൊ ഇന്ത്യ ഷൈനിങ് പൊളിറ്റിക്സ് വാസ് എ ഗുഡ് തിങ്, മനസ്സിലായില്ല ബാക്ക് ദൻ. കാരണം ഇന്ത്യ ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയുടെ ഇവിടുത്തെ ഹിസ്റ്റോറിയൻസിനും സെക്കുലർ പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരു ധാരണയുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പാടില്ല. അപ്പൊ അതൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കൂല. അല്ല, അപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കാത്തോണ്ട് തന്നെ ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ആൾറെഡി നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മുടെ വർത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് അത് കടന്നുകയറ്റമായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ കണ്ടംപററി പൊളിറ്റിക്സ്. അപ്പൊ അതിന്റെ വിക്ടിംസ് ആണ് മിക്ക ആൾക്കാരും. അതില് ജാതി മത ഭേദമന്യേ എല്ലാവരുമാണ്. കാരണം ഇന്ത്യക്ക് ഒരു ഗ്രാൻഡ് നറേറ്റീവ് ഇല്ല. എന്നിട്ട് വെള്ളക്കാരനുണ്ട്, വൈറ്റ് മെൻസ് ബർഡൻ ഉണ്ട്, ചൈനക്കാർക്ക് കൺഫ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ സാധനമുണ്ട്, ഇവൻ പാകിസ്ഥാനികൾക്കുണ്ട് ഒരു നറേറ്റീവ് അവരുടേതായ. മനസ്സിലായില്ലേ? വൈ ദേ ആർ ഗ്രേറ്റ് എന്ന്. അതിൽ തക്ഷശിലേക്ക് അവരുടെയെന്നാ അവര് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇതൊക്കെയാണ് അതിന്റെ. അപ്പൊ ഒരു പോസിറ്റീവ് നറേറ്റീവ് ഇല്ലാത്തതിന്റെ കുഴപ്പമുണ്ട് ഇന്ത്യക്കാർക്ക്. അപ്പൊ നമുക്കിങ്ങനെ നമ്മളൊരു പ്രോബ്ലം വന്നു. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, ഞാൻ 90കളില് ടെക്നോ പാർക്കിൽ പോയി അവിടെ ഇതുണ്ട്, അതായത് ഈ ബിടെക് പഠിക്കാമെന്ന് നീ എങ്ങനെയാണ് ചെയ്യാൻ പറ്റും. അപ്പൊ ബിടെക് സർ ബുൾഷിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻ ചെയ്യും. ഞാൻ മീൻ ചെയ്തിട്ടൊന്നുമില്ല. ഹൗ ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ഇൻ ടു ടെക്നോ പാർക്ക്? അപ്പൊ ഞാൻ പറഞ്ഞു, ഐദർ യുവർ ക്വാളിഫിക്കേഷൻ ഷുഡ് ഹാവ് ടു സ്പീക്ക് ഫോർ യു ഓർ യു ഷുഡ് സ്പീക്ക്. അപ്പൊ ആ കോമ്പാറ്റ് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ തളർത്തോളൂ. മനസ്സിലായില്ലേ? നിങ്ങളുടെ പൈതൃകം ശരിയല്ല, നിങ്ങൾ അതല്ല. നമ്മുടെ അമ്മൂമ്മ പറഞ്ഞ കഥയൊക്കെ തെറ്റാണെന്ന് ഒരുത്തം വന്ന് എത്രയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കും മതേതരത്വത്തിന്റെ പേരിൽ എടുത്തു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇങ്ങനെയാണ് ഒരു എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് മനോഭാവമാണ്. അതായത് എല്ലാവരും പോറാവട്ടെ, എന്നിട്ട് നമുക്ക് വെൽത്ത് ഷെയർ ചെയ്യാന്ന്. എല്ലാവരും റിച്ച് ആവട്ടെ, വെൽത്ത്. എല്ലാവർക്കും റിച്ച് ആവാൻ പറ്റില്ല, ദാറ്റ്സ് അനദർ സ്റ്റോറി. എല്ലാവരും പോറാവുന്നതാണ് എളുപ്പം. പക്ഷെ അങ്ങനെ ഒരു സൊസൈറ്റി സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഇവിടെ കിട്ടിയാ അപ്പൊ ഈ നിങ്ങൾ ആൾറെഡി കുറെ ഫൈറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ മുകളിലപ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ 10-1 മറ്റേ
ഇന്റലക്ച്വൽ എബിലിറ്റി ഉള്ളവൻ ജസ്റ്റ് ബിക്കോസ് അവൻ ഒവേറിയൻ ലോട്ടറി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഏത് യോനിയിൽ നിങ്ങൾ ജനിക്കുന്നു അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഉന്നമനം. ഇപ്പൊ നിങ്ങൾ ഈ ടാലന്റും വെച്ച് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ ജനിച്ചാൽ നിങ്ങൾ ഇതിനും കൂടെ ആവശ്യം ശരിയല്ലേ? കോസ്റ്റ് ആർബിട്രാജ് നിങ്ങൾക്ക് ബാധകമല്ല. അപ്പൊ ഒവേറിയൻ ലോട്ടറി ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാര് വിജയിക്കുകയും ഇനിയിപ്പോ മാഷേ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് ഓപ്പറേഷൻസിന് പ്രൊസീജറൽ സ്കില്ലിലാണ് ഊന്നുന്നത്. അധികം അനലിറ്റിക്കൽ സിസ്റ്റം തിങ്കിങ് സ്കിൽസ് വേണ്ട. മനസ്സിലായ? അപ്പോ ഓപ്പറേഷൻസ് ആൾക്കാർക്ക് ആ വിലയെ കൊടുക്കാവൂ ഇന്റലക്ച്വൽ ഹയറാർക്കിയിൽ. ഇവിടെ കിട്ടിയ അല്ലെങ്കിൽ എന്തുട്ടെന്ന് വെച്ചാൽ യു വിൽ എൻഡ് അപ്പ് പ്ലേയിങ് ഇൻ ടു ദെയർ ഹാൻഡ്സ്. മനസ്സിലായില്ലേ? കമ്പനിയുടെ വിഷനൊക്കെ മാറിപ്പോകുന്നേ. സമുന്നതനായ വ്യക്തി മറ്റേ എന്താ പറയാ മഹാത്മാഗാന്ധി വന്നിട്ട് ടെസ്റ്റ് ചെയ്തോണ്ട് ഡെവലപ്പേഴ്സ് വെറുതെ ഇരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രസിദ്ധി, ഈ നമുക്ക് ഇന്ത്യയിൽ വർക്ക് വരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഓപ്പറേഷൻകാർക്കാണ് കൂടുതൽ ഹാൻഡ്. കാരണം നമ്മളെന്താ ഓഫ്സെറ്റല്ല, അതായത് റിഡൻഡന്റ് ആയിട്ടുള്ള വർക്കാണ് ഇന്ത്യയിലോട്ട് ഔട്ട്സോഴ്സ് ആവുന്നത്. അതായത് മെജോറിറ്റി ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആ ഒരു സാധനങ്ങൾ അല്ല അത് ഇവിടെ നിന്നും പറ്റായിട്ടല്ല. അങ്ങനത്തെ കമ്പനികൾ അതിനു മുമ്പ് വാങ്ങിക്കുന്നു. മനസ്സിലല്ലേ? അപ്പൊ അത് രാജീവ് മൽഹോത്ര പറഞ്ഞ വി ആർ സെല്ലിങ് ഇറ്റ് ലോ എന്നാണ്. സ്റ്റേക്ക് വന്നേക്ക് മുമ്പേ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കമ്പനിയുടെ വാല്യൂഷൻ 350 മില്യൺ. ഓ നാളെ 100 മില്യൺ ആയിട്ട് 50 മില്യൺ വിൽക്കണേക്കാ ഭേദം ഇപ്പൊ വിൽക്കാന്നുള്ള വിചാരിക്കും. മനസ്സിലായില്ലേ? അല്ല അത് പിയർ പ്രഷറും ഉണ്ടാവും, അത് വേറെ കാര്യം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് ബ്ലിങ്കിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള കേരളത്തിൽ തുടങ്ങണം. ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ 10 മിനിറ്റ്സ് കൊണ്ട് സാധനം ഡെലിവറി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോ അതായത് നമുക്ക് 10 മിനിറ്റ്സ് കൊണ്ട് ഗ്രോസറീസ് ഡെലിവേർഡ് ആവും. ഇപ്പൊ നോർത്തിലൊക്കെ ഈ ഫുഡ് ഡെലിവറി ഇല്ലേ, അതുപോലെ ഗ്രോസറീസ് അല്ലാതെ എന്തുകൊണ്ട് അതായത് അത് ഓൺലൈൻ ഷോപ്പിംഗിന് പറ്റിയ ബുക്ക്, ടോയ്സ്, ഫുഡ് എല്ലാം അത്. പക്ഷെ അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ബിസിനസ് വരുമ്പോൾ ഒന്ന് കേരളത്തിന്റെ ഇതില് നമ്മുടെ എക്കോസിസ്റ്റം എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതൊന്ന്. പിന്നെ ടെക്നോളജി വൈസ് പോലും നമുക്ക് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ കൊണ്ടുവന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മിനിമം വെച്ചിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ട് പ്രോസസ്സ് വരും. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാള് ഓക്കെ ഞാനൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് മറിച്ച് വെക്കാം നല്ല രീതിയിലായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. അതല്ല അതിപ്പോ എനിക്കിപ്പോ മനസ്സിലായി നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്. ഞാൻ അതിനെ എതിർത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പൊളിറ്റിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി എന്നൊരു സാധനം ആൾക്കാർ വിചാരിക്കണ ഒരു സാധനം ഇല്ല. സ്റ്റിമുലസിന് റെസ്പോൺസ് കൊടുക്കുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മിക്ക കാര്യങ്ങളും പഠിച്ചെടുക്കാനൊക്കെ സാധിക്കും എന്നാണ് എൻ്റെ അനുഭവം. അതാണ് ഞാൻ ഇവിടെ പുഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലിമിറ്റ് അവിടെ വെക്കല്ലേ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തില് 4 കോടി ജനങ്ങളേ ഉള്ളൂ, കർണാടകയിൽ 10 കോടി ജനങ്ങളുണ്ട്. ഓക്കെ, കർണാടകയുടെ ഇപ്പൊ ബാംഗ്ലൂരിന്റെ GDP ചിലപ്പോ കേരളത്തിന്റെ 3 ഇരട്ടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ എന്താ പറയാ അഡ്വാൻറ്റേജ് ഇവര്. പിന്നെ കർണാടക അത്യാവശ്യം വലിയ സ്റ്റേറ്റാണ്, മനസ്സിലായില്ലേ? കമ്പയർഡ് ടു നമ്പർ ഓഫ് പീപ്പിൾ എക്സ്പാൻസീവ് ആണ്. പിന്നെ കുറച്ച് വലിയ സിറ്റീസ് ഉള്ളതുകൊണ്ട് റൂറൽ ഏരിയ കുറച്ചുകൂടി സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ കുറെ അഡ്വാൻറ്റേജസ് ഓരോ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ അഹമ്മദാബാദില് പയനിയർ ചെയ്യുന്ന ഒരു മോഡൽ കേരളത്തിലൊരു മോഡൽ ചിലപ്പോൾ ഒറീസയിലോ വർക്ക് ചെയ്യണം, തിരിച്ച് അഹമ്മദാബാദിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ അവിടെയല്ല പറഞ്ഞ് ഒരു ഇന്റലക്ച്വൽ ഫിസിക്കൽ ലെവലില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ട ഒരു കമ്പനിയില് ഒരു പുള്ളി യാക്ക് പഠിച്ചിട്ട് പാഴ്സൽ തന്നു. ഞാൻ ആൾറെഡി യാക്കിൽ 2 പ്രോജക്റ്റ് കഴിഞ്ഞാണ്. ജസ്റ്റ് ബിക്കോസ് അയാൾ സായിപ്പായതുകൊണ്ട് അത് അവിടെ പോയി. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും?
ഉം. ഉം. ഓക്കെ. അപ്പൊ അറിയില്ല. അത് ആ എന്റെ ബോസ്, അന്നത്തെ ബോസ് റിസ്ക് ഹെഡ്ജ് ചെയ്തതാണ്. അത് പിന്നെ എനിക്ക് മനസ്സിലായേ. ഏഹ് അയാൾ എന്തിനാണ് ആ റിസ്ക് എടുത്തെടുത്ത് വേറെ ആള് റിസ്ക് എടുക്കാമെങ്കിൽ? ഓക്കെ. അന്ന് അത് താങ്ങാൻ പറ്റുന്ന ലെവലിലായിരുന്നു ഞാൻ. മനസ്സിലായില്ല ഞാൻ. ഏഹ് ഓക്കെ. അത് അയാളുടെ ഞാൻ പിൽക്കാലത്ത് അങ്ങേരും ഞാനും തമ്മിലുണ്ടായ ബാറ്റില് നിയർലി കോസ്റ്റ് ഹിം ഹിസ് ജോബ്. മനസ്സിലായില്ലേ? അത് ഇയേഴ്സ് ലേറ്റർ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അതിനൊന്നും വേണ്ടി 2 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി എന്താ ഇവിടെ ചെയ്തതെന്ന്. പുള്ളി എനിക്കെതിരെ കളിച്ചതല്ല. ഏഹ് ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എനിക്കെതിരെ ഒരു ആരോപണം. ഞാൻ ഒരു കമ്പനിയിൽ അവരുടെ ഫിനാൻഷ്യൽ സർവീസസിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഓണർ ആയിരുന്നു. അപ്പൊ ഒരു പുള്ളി പറഞ്ഞ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇന്നോവേഷൻ ഒക്കെ സ്റ്റിപ്പിൾ ചെയ്തിട്ട് മറ്റേ ഇവന്റുകൾക്കൊക്കെ പോയി സംസാരിക്കാൻ വേണ്ടി സ്ലൈഡ് ഉണ്ടാക്കില്ല പണിയുന്നു. അത് അവിടെ ഓക്കെ. സംഭവിച്ചതല്ല. 2008, 2009 കാലഘട്ടത്തിലാണ് US ഫിനാൻഷ്യൽ റിസഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ സർവീസസ് പ്ലാറ്റ്ഫോമാണ്. അവിടെ .NET 1.1-ൽ നിന്ന് 3.5-ലോട്ട് പോയിട്ട് അവിടെ ഒരു കമ്പലിംഗ് ബിസിനസ് കേസ് ഒന്നുമില്ല. ഓക്കെ. എക്സ്ട്രാ ഓവർഹെഡ് ഉണ്ട്. അപ്പോ അങ്ങനെ എടുത്ത ഡിസിഷൻ അത് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഓക്കെ. അത് ഇന്നോവേഷനെതിരാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ എന്താണോ 2002 ഒരാളെ കുറിച്ച് വിചാരിച്ചത്, വേണമെങ്കിൽ അന്നത്തെ ഒരു ജൂനിയർ എന്നെ കുറിച്ച് വിചാരിക്കാം. ഇവിടെ കിട്ടിയ ഓക്കെ. അപ്പൊ ആൾക്കാർ ഇത് ഉപയോഗിക്കും. അതിപ്പോ ജെൻഡർ പൊളിറ്റിക്സ് കളിക്കുന്ന കാണാം നമ്മള് ചെല്ലുമ്പോ. മനസ്സിലായില്ലേ? അതിപ്പോ ഇപ്പൊ നമ്മുടെ പുതിയൊരു കമ്പനി കയറിയാലും ചുറ്റിനുള്ളവർ ഈ പൊളിറ്റിക്സ് കളിക്കുമല്ലോ പ്രസിദ്ധി. അല്ല ആ പൊളിറ്റിക്സ് ഉണ്ടെന്ന് അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ബാറ്റിൽ അവിടെ ഉണ്ട്. പക്ഷെ എന്റെ ആ ബാറ്റിൽ നിന്ന് ഷൈ അവേ ചെയ്തില്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? ഇവ ചെയ്തില്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ലിങ്ക്ഡിനില് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും ഹെഡ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം. കാരണം ഞാൻ പോയ സ്ഥലത്ത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് ചെയ്യരുത് എന്നാണോ മാനമില്ലാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എഡ്ജ് കിട്ടിയിട്ട് ഞാൻ കയറി വന്നിട്ടുണ്ട് കുറെ സ്ഥലത്തെ. അല്ല അതിപ്പോ ഞാൻ പറയട്ടെ, അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ ബി പ്ലേയിങ് ഔട്ട്. പക്ഷെ ഞാൻ ആ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ DSL എഞ്ചിനീയറിംഗ് ആ ഇപ്പൊ 90s അതൊന്നും ചെയ്യാൻ പറ്റിയ ആൾക്കാരൊന്നും കേരളത്തിലില്ല. മനസ്സിലായില്ലേ? ഒരു ഇപ്പോഴുണ്ടോ? അപ്പൊ ഇപ്പൊ ഈ കോളിലുണ്ട് ഒരാള്. ഓക്കെ. അതപ്പോ അതിലുണ്ട്. പിന്നെ കേരളത്തിൽ ഓക്കെ. അപ്പൊ അങ്ങനെയല്ല. അപ്പോ ആ സമയത്ത് അപ്പൊ അതൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സർട്ടൺ ആറ്റിറ്റ്യൂഡ് വെക്കും. മനസ്സിലായി? കാരണം ഇപ്പൊ DSL എഞ്ചിനീയറിംഗ് മൈക്രോസോഫ്റ്റ് ഒക്കെ ഒരു 2004 ഒക്കെ ആയിട്ടാണ് അവർ അത്രയും. ബൈ ദാറ്റ് ടൈം ഞാൻ എന്റെ നാളിൽ എഴുതി കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഏതിപ്പോ പ്രൊഡക്ഷനിൽ ഡിപ്ലോയ് ചെയ്ത് പ്രോട്ടോടൈപ്പ് അല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇപ്പൊ നോൺ യൂണിഫോം റാഷണൽ ബി-സ്പ്ലൈൻസ് അത് ഞാൻ റെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എഡ്ജ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പൊളിറ്റിക്സ് കളിക്കില്ലേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇപ്പൊ എന്റെ പ്രശ്നം അത്രേ ഉള്ളൂ. ഞാൻ കാൽക്കുലസ് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ ആൾക്കാർ ആൾജിബ്ര ചെയ്തിട്ടുണ്ട്. ഇതേ ട്രിഗണോമെട്രി ഉള്ളവൻ കൊള്ളാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അപ്പൊ ആ പ്രോബ്ലം ഉണ്ടോ അവിടെ? എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇതിപ്പോ ഞാനും അവരും തമ്മിൽ ഫൈറ്റ് ചെയ്യണ കാര്യമല്ല പറയുന്നത് കേട്ടോ. നമ്മളും, അതായത് ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ഗ്ലോബൽ സ്റ്റേജിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ആഹ്വാനം ഞാൻ നൽകുന്നില്ല. പരസ്പരം ഫൈറ്റ് ചെയ്ത് മരിക്കാനല്ല. മനസ്സിലായി. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ വരുമ്പോ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് യു ടെൻ ടു ഡു വെൽ ഇൻ ജനറൽ. എന്താ ഇതിന്റെ പറയാ, ഒരു സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും IT റൺ ചെയ്യുന്ന കാശ് ഇന്ത്യയൊന്നും അല്ലല്ലോ. അതോ അത് തിരിച്ചാണോ? അതിന്റെ പെർസ്പെക്റ്റീവ് എന്താ? അതായത് എല്ലാ ഇപ്പൊ ഞാൻ പറയട്ടെ, അതിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് 4 കൊല്ലം ജീവിച്ചു. 2009-നും 2013-നും ഇടയ്ക്ക്. ഓക്കെ, ഐ മെയ്ഡ് റീസണബിളി ഗുഡ് മണി. പക്ഷെ എങ്കിലും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ക്രെഡിറ്റ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
അങ്ങനെ വരുമ്പോ. അല്ല പ്രസിദ്ധി, ഞാൻ ഇൻഡിവിജ്വൽ ഇതല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു തോട്ട് പ്രോസസ് ഓവർഹോൾ ചെയ്തിട്ട് ഒരു അല്ല അത് മേജർ സാമൂഹ്യ വിപ്ലവം ഞാൻ പറയുന്നില്ല, സാമൂഹ്യ വിപ്ലവം എന്നല്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറച്ചുകൂടി ഒരു ബോട്ടം അപ്പ് രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. കാരണം ടോപ്പ് ഡൗൺ രീതിയിൽ നമുക്ക് മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല ആൾക്കാരുടെ. കാരണം ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ IIT കാരന് പോലും ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് ഈസി, കാരണം അത് വെച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഓക്കെ, ഐ ആം ഫ്രം എ ലെസർ കോളേജ്, വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഇവിടെ കിട്ടിയ ഓക്കെ. അവൻ ആ പ്രോസസ്സിൽ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഞാൻ അവിടെ സ്റ്റേക്ക് ക്ലെയിം ചെയ്യുക. അപ്പോ സ്റ്റിഗ്മ വരുമോ, അല്ലെങ്കിൽ അവരുടെ വീക്ഷണം വരുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അവരെ പ്രിയംപ്റ്റ് ചെയ്യണ്ടേ? അല്ലെ വേണ്ട? ഞാൻ പറയാം, എന്റെ വീടിന്റെ അടുത്തൊരു സിമെന്റ് ഓടാൻ പ്രശ്നം ഉണ്ടായി. അപ്പൊ 100 അറ്റ് ആൾ പ്രോബിലിറ്റി സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ അതർ ഗൈ വിൽ വിൻ. എനിക്ക് ഒരു രക്ഷയില്ല. അയാളുടെ പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ട്, മസിൽ പവർ ഉണ്ട്, ഓട്സ് എനിക്കെതിരെ സ്റ്റാക്കഡാ. പക്ഷേ എനിക്ക് മൈൻഡ് ഗെയിം കളിക്കേണ്ടി വരും, മനസ്സിലായില്ലേ? എനിക്ക് ഉറപ്പില്ലെങ്കിൽ പോലും ജയിച്ചു എന്നുള്ള രീതിയിൽ ഇത് ചെയ്യേണ്ടി വരും, എനിക്ക് പിച്ച് ചെയ്യേണ്ടി വരും. എന്നെ സ്കെപ്റ്റിക്കൽ ഐസോട് നോക്കുന്നവനെ ഫർദർ കൺഫ്യൂസ് ചെയ്യേണ്ടി വരും, അവനെ അധിക്ഷേപിക്കേണ്ടി വരും. കാരണം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല. അപ്പൊ ഇവൻ കാലത്ത് മുതൽ എന്നെ ഇങ്ങനെ ഇത് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരില്ലേ? അല്ല, അത് ഇന്റലക്ച്വൽ ലെവലിലും അങ്ങനത്തെ ഡിസിഷൻ എടുക്കേണ്ടി വരും, മനസ്സിലായി? വെൻ ഓഡ്സ് ആർ സ്റ്റാക്ഡ് അഗെയിൻസ്റ്റ് യു, യു കൻ ഡു ദിസ്, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു വിളി പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഹയർ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ടീം കിട്ടിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ ഞാൻ ഇതിനാന്നുള്ള രീതിയിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ബാംഗ്ലൂർ ഓവർ ഹൈപ്പ്ഡാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, അതെങ്ങനെ, ഹൗ ക്യാൻ യു സേ ദാറ്റ്? അപ്പൊ ഞാൻ പറഞ്ഞു, ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് യുവേഴ്സ്. ഇവിടെ കിട്ടിയ അതിപ്പോ ഞാനത് അംഗീകരിച്ചാലോ? യാഥാർത്ഥ്യം അതാണെങ്കിൽ തന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റും. അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ശീലമായി പോയിട്ട് പ്രതിസന്ധിയുടെ റിയാക്ഷൻ ആണ്, പ്രതിസന്ധിക്ക് അത് കൺട്രോൾ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ഡിസിഷൻ പ്രതിസന്ധിക്ക് എടുക്കാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധിയുടെ പോയിന്റ് ഓഫ് വ്യൂ സ്ട്രോങ് ആണ്. ഓക്കെ, ആര് വന്നാലും എനിക്ക് അവരെ മെന്റർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 70% ആൾക്കാരെ എത്തിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അല്ല, പറ്റില്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി എംപെരിക്കലി. ഓക്കെ, അതൊരു ഐഡിയ ആണ്. അതായത് ഇഫ് ദേ ലിസൺ ടു മീ എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു അവിടെ. കരുതേ അതില്ലെങ്കിൽ ഇത് അല്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല്, ഈ കോൺസ്റ്റന്റ് സ്ട്രൈവ് ചെയ്താലേ നിങ്ങൾക്ക് ഇന്റലക്ച്വൽ ലെവൽ റൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് മനസ്സിലായി? എടുക്കുന്നുണ്ട്. പക്ഷെ അത് കുറെ ഉറക്കമില്ലാത്ത രാത്രികളും തരും നമുക്ക്. അല്ല, അങ്ങനെയല്ലോ, അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രിയല്ലോ. കാരണം ഞാൻ പറഞ്ഞത് അല്ല, അത് ഉറങ്ങാതിരിക്കാനാണ്, ഉറങ്ങി ചെയ്യാൻ വേണ്ടിയാണ് നോളജ് കൂടുകയാണ്. ഇവിടെ കിട്ടിയ അതായത് ഷെയിംലെസ്ലി വീക്ക്നെസ്സസ് പുറത്തേക്ക് പറയണേ. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഭയങ്കര ഇമ്പോർട്ടന്റാ. അപ്പൊ നമ്മള് ഇതിപ്പോ ഞാൻ പറയട്ടെ, ഒരു വിഭ്രാന്തിയുടെ പുറത്തായിരിക്കരുത് കേട്ടോ, അത് ചെയ്യരുത്. പോയിന്റ് പ്രൂവ് ചെയ്യാനും ആയിരിക്കരുത്. യാഥാർത്ഥ്യം അതായതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യണേ, മനസ്സിലായോ? ഐ എം റിയലി സ്മാർട്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. ആൻഡ് ഐ ക്യാൻ മേക്ക് യു സ്മാർട്ടർ ആസ് വെൽ. അല്ലാതെ ഇപ്പൊ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ചിലപ്പോ ചെയ്ത അപ്പുറത്തുള്ളവർ ചെയ്യുമല്ലോ, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നവര്. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, അതൊരു കാര്യമുണ്ട്. സോറി, ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സമ്മതിക്കില്ല എന്ത് വന്നാലും. അതായത് അവര് നമ്മളുടെ ലോജിക്ക് പോലും അവർ കേൾക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യും. അല്ല, അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് പോയിസൺ പില്ല് കൊടുക്കും. പോയിസൺ പില്ല്. ഓക്കെ. അതായത് ഇപ്പൊ ഒരു പുള്ളി പറഞ്ഞാൽ, പുസ്തകം വായിച്ചിട്ടാണല്ലോ നീ ഇത് ചെയ്യണത്, അത് നിന്റെ നോളജിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ പുള്ളി പറയുന്ന എല്ലാ കാര്യം ഇത് ഇൻഫർമേഷൻ ആണോ നോളജ് ആണോ, നീ ചെയ്തു നോക്കിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അവന് പിന്നെ അവന് പുസ്തകം വായിക്കാൻ പോലും അവന് പറ്റില്ല. അതാണ് പോയിസൺ പില്ല്.
ഓക്കെ ഓക്കെ പക്ഷെ അത് എന്റെ അടുത്ത് എടുക്കരുത് കേട്ടോ. ഞാൻ മെഷീൻ ലേണിംഗ് ക്രിട്ടിസൈസ് കഴിഞ്ഞ് ഞാൻ ഇരുന്ന് പോയി പഠിച്ചു ഞാൻ അടുത്ത ഡാറ്റ സയന്റിസ്റ്റ് ആവും കേട്ടോ. അപ്പൊ ബി ഫോർവേഡ്. ആശാന്റെ നെഞ്ചത്തോട് ആശാന്റെ നെഞ്ചത്തോട് എല്ലാ അല്ല, അങ്ങനെ റിയാലിറ്റിക്ക് അഗെയിൻസ്റ്റ് അവരെ തന്നെ പൊസിഷൻ ചെയ്യുമ്പോഴേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അല്ല അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ when I say that okay I know mathematics of so and so, ബേസ് റേറ്റിന് മുകളിൽ അറിഞ്ഞാലേ ഞാനത് പറയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആർഗ്യുമെന്റ് ആങ്സൈറ്റി അല്ലേ എനിക്ക് ഉണ്ടാവുള്ളൂ നോണ പറയുകയാണെങ്കിൽ. അതിനാണ് ഇപ്പൊ ഞാനൊരു പുള്ളീനെ കണ്ടിട്ടില്ല, പുള്ളി വേറെ ആളോട് പറഞ്ഞാണ് ഐ പിക്ക് മൈ ബാറ്റിൽസ്. അപ്പൊ ബാറ്റിൽ പിക്ക് ചെയ്യണം കറക്റ്റ് ആയിട്ട്, അല്ലാണ്ട് വെറുതെ പോയി ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു പുള്ളി കാലത്തൂര് വൈകുന്നേരം വരെ ഡെവോപ്സ് ചെയ്യണ ആളാണ്. അയാളടുത്ത് പോയിട്ടൊന്നും ഞാൻ ഡെവോപ്സിൽ ഫൈറ്റ് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? അത് ഞാൻ ഡെവോപ്സിന്റെ റെലവൻസ് വെച്ചേ കളിക്കുള്ളൂ അവിടെ, മനസ്സിലായില്ലേ? അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ DSL എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇപ്പോഴത്തെ കാലത്ത് എന്തിനാന്നൊക്കെ ചോദിച്ചു അറ്റാക്ക് ചെയ്യാം, അവരുടെ റെലവൻസ് അറ്റാക്ക് കളിക്കണം അവിടെ. പക്ഷേ കമ്പ്യൂട്ടർ ഗ്രാഫിക്സോ DSL എഞ്ചിനീയറിംഗോ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇന്റലക്ച്വൽ എമാനേഷൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലോട്ടും പെർക്കുലേറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കി, അപ്പൊ അതിന് ബെനിഫിറ്റ് ഉണ്ടോ? അതൊരാൾ പറഞ്ഞു തരിക, മാത്തമാറ്റിക്സ്, ഫിലോസഫി, മറ്റേ ലോജിക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോ ഇതിന്റെ ഉപയോഗം എന്താണെന്നല്ല പഠിക്കണ്ടേ, ഇത് നിങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്ന് പഠിക്കണം, മനസ്സിലായില്ലേ? അത് പഠിച്ച ഇവിടെ കിട്ടിയോ അല്ലേ? എനിക്കത് ഐ ഡോണ്ട് നോ വെദർ ശ്രീജിനോട് കിട്ടിയാ ഞാൻ എന്റെ ആർഗ്യുമെന്റ് എന്താണ് എനിക്ക് മനസ്സിലായി. അതായത് അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് മാത്തമാറ്റിക്സ് പഠിക്കുള്ളൂ എന്ന് പറഞ്ഞതിന് പകരം ഇത് എങ്ങനെ എന്റെ ലൈഫിൽ ഉപകാരം നമ്മുടെ സൈക്കി എങ്ങനെ മാറ്റാം, നമ്മുടെ അത് എംബോഡീഡ് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഉണ്ടാവുന്നത്. ഓക്കെ, അതൊരു ഇത്തിരി കൂടെ അടിപൊളിയാണ്. മാത്സിന്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്തമാറ്റിക്സ് മാത്രമല്ല എനി ഹൊറിസോണ്ടൽ സബ്ജക്റ്റിനെ എന്താ ശരത്ത് എന്ത് പറയാമോ? അതന്നെ എല്ലാ സബ്ജക്റ്റിലും എംബോഡിമെന്റ് ആണ് അൾട്ടിമേറ്റ് എയിം. ഒരു എംബോഡീഡ് നോളജ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ അതല്ല ഇപ്പൊ ആവശ്യമുള്ളതേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുറ്റുള്ള സൊസൈറ്റി തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത്, ഇല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് അതിന് പകരം കൺസെപ്റ്റ് പഠിച്ചിട്ട് കൺസെപ്റ്റിനെ കോഡാക്കാൻ നോക്കിക്കൂടെ? റെഡിയോ? അപ്പൊ അതാണ് അതിന്റെ ഒരു ഗെയിം. അപ്പൊ ഇതിപ്പോ ഞാൻ പറഞ്ഞ വെച്ചാല് നമ്മളൊരു ഇൻഡിവിജ്വൽ ലെവലിൽ ഇത് ഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് കേട്ടോ ശ്രീത. ഹലോ മ്യൂട്ടാണ്. ഇന്റലക്ച്വൽ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടും നമുക്ക് ഈ മറ്റേ ഇതിലൊക്കെ, അതായത് എപ്പിസ്റ്റമിക് അല്ലെങ്കിൽ അതെ അല്ല കോംപ്രമൈസസ് ഒക്കെ. അതെ ഇല്ലപ്പ ആ ഇന്റലക്ച്വൽ ഫ്ലൂയിഡിറ്റി ആണ് ഭയങ്കര ആവശ്യമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അതിന്റെ മെയിൻ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തരം നിങ്ങൾ ചിലപ്പോ അപ്ലൈ ചെയ്യുന്നതിൽ ചിലപ്പോൾ പലതും നിങ്ങൾക്ക് ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, നിങ്ങളുടെ ലൊക്കേലിന്റെ പ്രശ്നങ്ങളും അതൊക്കെ വരാം. പക്ഷേ ഒരു ഫോർമൽ ലെവലില് ഒരു സാധനം പഠിക്കാൻ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. അതിന്റെ മാത്തമാറ്റിക്കൽ മോഡലും അതെങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ മെഷീൻ ലേണിംഗിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെഷീൻ ലേണിംഗിന്റെ മാത്തമാറ്റിക്സോ കൺസെപ്റ്റോ അല്ല ഡിഫിക്കൽട്ട്, അതെങ്ങനെ സ്കെയിലിൽ എഞ്ചിനീയർ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഐ എം നോട്ട് ഈവൻ സ്പീക്കിംഗ് അബൌട്ട് എന്താ പറയാ ഈ റിസോഴ്സ് സ്കെയിലിംഗ് അല്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാർജ് മെട്രിസസ് എങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ഇത് ചെയ്യാം, അതൊരു ക്രോസ് ഡിസിപ്ലിനറി ടീമിനൊക്കെ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പൊ മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഇപ്പൊ ഈവൻ കമ്പൈലേഴ്സ് ആണെങ്കിൽ തന്നെ
LLVM മാതിരിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത് കമ്പൈലർ എനിക്ക് ഇപ്പൊ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് ആ തിങ്ക് ഈവൻ മൈക്രോസോഫ്റ്റ് പോലും ചിലപ്പോൾ വിഷ്വൽ C++ന്റെ ബാക്ക് എൻഡ് ഐതർ അവിടെ നിന്ന് BSD എടുത്ത കോഡായിരിക്കും, അല്ലെങ്കിൽ ഇവര് ചിലപ്പോൾ LLVM ആയിരിക്കും ഇപ്പൊ ഇവരുടെ പ്രിഫേർഡ് ഇതുപോലും. കാരണം there is not much money to be made through compilers anymore. ഉം. അപ്പൊ ആ ഒരു ആസ്പെക്ട് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. create ചെയ്യാൻ. ഏത് ഏത് കമ്മ്യൂണിറ്റിയാണ് ഡ്രൈവ് ചെയ്യണ LLVM? LLVM ഇപ്പൊ ആപ്പിൾ ആൻഡ് ഗൂഗിൾ ഫണ്ടഡ് ആണ് മെയിൻലി. അതായത് ദേ കോൺട്രിബ്യൂട്ട് ഡെവലപ്പേഴ്സ്. BSD ലൈസൻസ് ആണ് അത് കൊണ്ടുപോണേ. അപ്പോ എനിക്ക് വേണേ LLVM അതൊരു ഇപ്പൊ ഇത്തിരി, പിന്നെ ആപ്പിളിനും ഇതൊരു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. ഈ ആപ്പിളും ഗൂഗിളും ഇപ്പൊ ആപ്പിളും മൈക്രോസോഫ്റ്റും തമ്മിൽ ഒരിക്കലും ഉടക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ അറിയാമോ? അത് ആൾക്കാരുടെ കൊളാബറേറ്റേഴ്സ്. കണ്ണിൽ മാത്രമേ അല്ലല്ലോ പറഞ്ഞു. ആപ്പിൾ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്ത് സന്തോഷിക്കുന്ന ആളെ ബിൽ ഗേറ്റ്സ് തന്നെ ആയിരിക്കും. കാരണം അയാൾക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ വേർഡ് എക്സൽ ഒക്കെ അവരുണ്ടാക്കി, അവരെ എഴുതാൻ പഠിച്ചത് ആപ്പിളിലൂടെ. അപ്പൊ ഇന്നും ആ റവന്യൂ അവർക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതേ ഇതുണ്ട്. ഇപ്പൊ ഈ ഗൂഗിളും ആപ്പിളും തമ്മില് ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, എവിടെ കമ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഓക്കെ, ഗൂഗിളിന് സെർച്ചിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ഓപ്പൺ AI വെച്ചിട്ട് മൈക്രോസോഫ്റ്റ് കുറെയൊക്കെ ഓഫ്സെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നില്ല ആരാണ് അപ്പൊ അത് കൺട്രോൾ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാല് ഇപ്പൊ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്ക്രാച്ച് ചെയ്യുന്ന എഴുതി ഉണ്ടാക്കാൻ പറ്റില്ല. അതെ. അത്രയും പക്ഷെ ഇത് അല്ല, സ്വിഗ് അതാണ് ട്രൈ ചെയ്യണേ കേട്ടോ. അറ്റംപ്റ്റ് അവരുടെ ഉദ്ദേശം അതാണ്. അതായത് അവന്മാര് ഈ കോർ LLVM കോൺട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ ലിവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. സ്വിഗ് എന്താണ്? സിഗ് ZIG സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പാ? അല്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സാറേ. മറ്റേ ഈ അതായത് സീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പൊസിഷൻ ഞാൻ ലിങ്ക് അയക്കാം. ഓക്കെ ഓക്കെ, സിഗ് അല്ലേ? siglang.com. സിമ്പിൾ ലാംഗ്വേജ്. ജാവസ്ക്രിപ്റ്റ് കമ്മ്യൂണിറ്റി അതിനകത്തും റൺ ടൈം എഴുതി കേട്ടോ. ജാവസ്ക്രിപ്റ്റുകാര് C++നെ എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടി ഇരിക്കുക. അല്ല ഇപ്പൊ ഞാൻ നോക്കിയിട്ട് C++ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു കിടിലൻ കേസ് സ്റ്റഡിയാ. And they are trying their level best to hold this language afloat. പിന്നെ ഒരു ഫങ്ഷണൽ പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ C++ന് വലിയ വിലയൊന്നും ഉണ്ടാവും. ഫങ്ഷണൽ പ്രോഗ്രാമേഴ്സ് പെർഫോമൻസ് ക്രിട്ടിക്കൽ സാധനങ്ങൾ എലഗന്റ് ആയി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് അവർക്കൊരു. അല്ല അവരിപ്പോ ഹാസ്കൽ എന്താ ചെയ്യുന്നത്, അവന്മാര് അത് പഠിച്ച് തീയാക്കുന്നു. ഇപ്പൊ പ്യൂർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഹാസ്കലിന്റെ. അതിന് C++ ബാക്ക് ഉണ്ട്. ഈവൻ C++ കമ്മ്യൂണിറ്റി പോലും ആ രീതിയിലാണ് നോക്കുന്നത്. അതിനെ കളിയാക്കുന്നവരും ഉണ്ട് കേട്ടോ. C++ ഷുഡ് ബി C++ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു വലിയ ഫാക്റ്റാ. അപ്പൊ ഞാന് പോയാ ഇവിടെ പറ. അപ്പൊ ഈ നമ്മുടെ വിഷയം തർക്ക വിതർക്ക കുതർക്കങ്ങൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ചെയ്യണോ? അതെ. അല്ല, ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ കേസിലും നിങ്ങളുടെ എൻവയോൺമെന്റിലും അത് ആവശ്യമായിരുന്നു. അതായത് ആ ചലഞ്ചിനെ വെറുതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് റെപ്യൂട്ടേഷനെ ബാധിക്കാനുള്ളതും ഈവൻ വേഴ്സ്റ്റ് കേസ് ജോലിനെ ബാധിക്കാനുള്ളതുമായിട്ടുള്ള സിറ്റുവേഷൻസ് അവിടെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവൻ കേമക്കി പോയെന്ന് വെച്ചു. ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ ബെനിഫിഷ്യറിയാണ് കേമക്കിൽ ഇന്നത്തെ ഓരോ മെമ്പേഴ്സ്. അല്ലെങ്കിൽ ഇത് ഒരു ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മെഷീൻ ലേണിങ് മൈക്രോസോഫ്റ്റിന്റെ ടൂൾസ് വെച്ചിട്ട് അവിടെ എടുത്തപ്പോ മറ്റവര് പിടിച്ച്
മറ്റേ രാജീവമ്മയുടെ ഗ്രൂപ്പ് വന്നിട്ട് അടിച്ചു നശിപ്പിച്ചു. ഉം. ചെറുതുണ്ടായിരുന്നില്ല അന്ന്. ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ? അത് നിയർലി കേമകിന്റെ റെപ്യൂട്ടേഷൻ വരെ പോയനെ. മനസ്സിലായില്ലേ? ഉം. ഉം. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിസര ബോധം ഇല്ലാത്തൊരു തീരുമാനമായിരുന്നില്ലേ? ഉം. നാട്ടില് ഒരു ഗ്രൂപ്പ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഐച്ഛിക വിഷയമായിട്ട് പഠിക്കുന്ന. അപ്പൊ ഉം. അപ്പൊ അപ്പൊ ആ നാട്ടിലെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് അളക്കാതെ ഒരു സെഷൻ അനൗൺസ് ചെയ്തതിന്റെ ഫലം അത്. ഉം. മനസ്സിലായേ അല്ലേ? അതെ അതെ. അല്ല, അപ്പൊ അത് ഓഫ്സെറ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയത്. മനസ്സിലായില്ലേ? പിന്നെ ഞങ്ങള് ജാവയിലൊക്കെ പലരെയൊക്കെ വിളിച്ചു വരുത്തി, ഇതേ നമ്മള് മോഡേൺ ആണ്ടോ എന്നൊക്കെ കാണിക്കേണ്ടി വന്നു. ഒരുത്തനും മയിലെണ്ണ എന്നൊക്കെ പേരിടേണ്ടി വന്നു. ഉം. അപ്പൊ അതല്ല ഇപ്പൊ ഈ എന്താ പറയാ, ഒരാളെയൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യേ. ഉം. അങ്ങനെയല്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഉം. ഈ ക്യാമക്കൊന്ന് ആലോചിച്ച് നോക്ക്, വൺ ഓഫ് ദി ബെറ്റർ റൺ കമ്മ്യൂണിറ്റിയാ. ഉം. പക്ഷെ ആൾക്കാര് അലവൻസ് തരുമോ? കാരണം മൈക്രോസോഫ്റ്റിന്റെ ടൂൾസ് മൈക്രോസോഫ്റ്റിന്റെ ഡെവലപ്പേഴ്സിന് ഒരു പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കും. അതുകൊണ്ട് ഒരു ജനറൽ പർപ്പസ് ലെവലിൽ ഇവരധികം ആസ് എ കമ്മ്യൂണിറ്റി അത്ര വൈബ്രന്റ് അല്ല എന്നുള്ളതിനുള്ള അലവൻസ് ഒന്നും തരില്ല. ഇവിടെ കിട്ടിയ ഇവൻ ദോ ദീസ് പീപ്പിൾ ആർ ഏർണിംഗ് മോർ ദാൻ ദ മോസ്റ്റ് പീപ്പിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. മനസ്സിലായില്ലേ? ഉം. കാരണം ക്യാമക്കിന് പോയ ഒരു ഗുണമുണ്ട്, ഡിയോഡറന്റ് ഒക്കെ അടിച്ച് മര്യാദ കുളിച്ചിട്ടുള്ള അവന്മാര് വരും. ഖാത്ത പീത്ത ലോകാണ്. വരുമാനം ഉറപ്പാ. ഇവിടെ കിട്ടിയ ഓപ്പൺ സിസ്റ്റത്തിൽ അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല. വാനാറ്റം വരെ ഉണ്ടാവും, മര്യാദ കുളിക്ക് പോലും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കേമകിന്റെ ഒരു മീറ്റിംഗ് സ്റ്റിങ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇല്ല. മനസ്സിലായില്ലേ? സ്റ്റിങ് ചെയ്തിട്ടില്ല. പിന്നെ ഫ്രീ ലഞ്ച് കിട്ടുന്ന ഏക സ്ഥലം മൈക്രോസോഫ്റ്റ് മീറ്റിംഗ് ആയിരുന്നു ഒരു സമയത്ത്. I don't know whether there is free lunch or not, but in a Microsoft event you will get it. അത് ലാല് വൺ ഡേ ഇവന്റ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലേ? വൺ ഡേ ഇല്ല, വൺ ഡേ അങ്ങനെ നടന്നിട്ടില്ല എന്ന് തോന്നണം. ഞാൻ അത് പോയി ലാല് തുടങ്ങിയ വന്നതിന് പിന്നെ ശേഷം. അതെ അതെ. പക്ഷെ ഒരു സമയത്ത് നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഉം. അപ്പൊ അതാണ് എന്റെ ഇത്. തൽക്കാലം ഈ നമുക്ക് ബിഫോർ വി വൈൻഡ് അപ്പ്, ഇതാണ് ഇപ്പൊ എന്റെ ഒരു ടേക്ക്. ഓക്കെ, അതായത് നമ്മള് ലിമിറ്റ് ആർബിട്രറി ഓർഡറിൽ സോഷ്യൽ പ്രഷറിലോ പൊതുബോധത്തിന്റെ പേരിലോ ഒരു ഇന്റലക്ച്വൽ ബെഞ്ച് മാർക്ക് വെക്കുന്നത് കറക്റ്റ് അല്ല. അതിന് പകരം ഒരു എപ്പിസ്റ്റമോളജിക്കൽ, ഒരു ജ്ഞാനസിദ്ധാന്തപരമായ ഒരു ലെവലിലാണ് അത് വെക്കേണ്ടത്. പിന്നെ ഇന്റലിജൻസ് എന്ന് ഇപ്പൊ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഡിസഗ്രി. ഇന്റലിജൻസ് ഒരു എന്താ പറയാ, പെഡ്രോ ഡൊമിംഗോസ് എന്ന് ഒരു റിസർച്ചർ ഉണ്ട്, മാസ്റ്റർ അൽഗോരിതം ബുക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 3 സോഴ്സ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടെന്ന്. ഒന്ന് ജനറ്റിക്സ്, ആൾക്കാർ പറയുമാതിരി ജീനുകളിലൂടെ നമുക്ക് വന്നത്, അല്ലെങ്കിൽ ബയോളജിക്കൽ എവല്യൂഷനിലൂടെ വന്നത്. അടുത്തത് മറ്റേ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന നോളജ്. പിന്നെ മൂന്നാമത്തത് മറ്റേ കൾച്ചറിൽ നിന്ന് കിട്ടുന്ന നോളജ്, പൊതുബോധത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ റീഡ് ചെയ്താണ്. പിന്നെ നാലാമത്തത് പുള്ളി പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതാണ് മാസ്റ്റർ അൽഗോരിതത്തിന്റെ തീം. അപ്പൊ അതേമാതിരി തന്നെ ഈ ഒരു കൾച്ചറൽ എൻവയോൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഇപ്പൊ ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. കാരണം ഇപ്പൊ ഒരു ഫോർമൽ സ്വഭാവമുള്ളതോ ഒരു മാത്തമാറ്റിക്കൽ സ്വഭാവമുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്യുകയാണെങ്കിൽ അത് വൈ ആർ യു കോംപ്ലിക്കേറ്റിംഗ്, അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്കെപ്റ്റിസിസം കൊടുക്കുന്നതിന് പകരം എ വേർഡ് ഓഫ് എൻകറേജ്മെന്റ് ടു എ പേഴ്സൺ വിൽ ഡു ഗുഡ്. അതുവഴി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ സ്റ്റാൻഡേർഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പൊ അതിനിടയ്ക്ക് ഈ എന്താ പറയാ, ഒരു വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ മാതിരിയാ, ഭാസ്കര പട്ടേലറുണ്ട്, തൊമ്മിയുണ്ട്.
ഇപ്പൊ കേരളത്തിലെ മിക്ക പ്രൊഫഷണൽസും തൊമ്മി ടു സം ഭാസ്കര പട്ടേലറാണ്. ഈ ഭാസ്കര പട്ടേലർ തന്നെ തൊമ്മി ടു അതർ ഭാസ്കര പട്ടേലേഴ്സ്. അപ്പോ ഈ ഗുരുവിനേക്കാൾ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുരുനിന്ദ ആവും എന്നുള്ള ഭയത്തിൽ നിന്നോ ഒരു ഗോത്രവർഗ നീതിയിൽ നിന്ന് പലപ്പോഴും ഈ നൈവ് എക്സ്ക്യൂസസ് ഇൻവെന്റ് ചെയ്യണ കാണാം. അതായത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് അല്ല പഠിച്ചേ, അല്ലെങ്കിൽ അവൻ REC അല്ല പഠിച്ചേ, ഞാൻ ഒരു കുറച്ചുകൂടി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചതെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. അങ്ങനത്തെ ആർബിട്രറി മുട്ടുന്യായങ്ങൾ പറയാതെ മേക്ക് ആൻ അറ്റംപ്റ്റ്. ഇനിയിപ്പൊ ഈ അറ്റംപ്റ്റ് അതിനൊരു ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ച് ഈ ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എഞ്ചിനീയർ ഈസ് സ്മാർട്ട് ഇനഫ് ടു സോൾവ് എനി എഞ്ചിനീയറിംഗ് പ്രോബ്ലം. അപ്പോ പിന്നെ എങ്ങനെയാണ് ഈ എഞ്ചിനീയറിംഗ് പ്രോബ്ലം എല്ലാം സോൾവ് ആവുന്നത്? അത് അവിടെ ഒരു കൊളാബറേഷൻ ഇമ്പരേറ്റീവ് ഉണ്ട്. ബൈ ജുഡീഷ്യസ്ലി കൊളാബറേറ്റിംഗ് വിത്ത് പീപ്പിൾ അറൌണ്ട് ആൻഡ് daring to venture into uncharted territories without looking into previous success or learning subject for the sake of itself or learning to improve your reasoning and embodiment of your knowledge will give you much better life and you can do more. Not only that, നിങ്ങളൊരു നല്ല ഇൻഫ്ലുവൻസർ ആവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചർച്ചയിൽ നിന്ന് അങ്ങനെ ഒരു ലെവലിലോട്ട് വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ എനിവേ we are winding up here. അല്ലേ?